ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജെയിലൻ PSCയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് മാക്സിമം പഠിക്കാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ SCRT മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. SCRTയിലെ മെയിൻ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററുമാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയും. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിൽ 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് എങ്ങനെയായാലും നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നുള്ളത് സെക്കൻഡ് ചാപ്റ്ററാണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഈ 2 ചാപ്റ്ററാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് എന്ത് അധിനിവേശവും ചെറുത്തുനിൽപ്പും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 അല്ലേ. അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസ്റ്റൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ അതുപോലെ തന്നെ സൂസൻ. ഓക്കെ, അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളിൽ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ട് മടങ്ങിയെത്തി. വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. 1601 ആദ്യത്തെ ദൗത്യം ആരംഭിച്ചത്. 1604 2ാം ദൗത്യം ആരംഭിച്ചത്. മടക്കയാത്രയിൽ ഹെക്ടറും സൂസണും ആദ്യം പുറപ്പെട്ടു. പക്ഷെ സൂസൻ കടലിൽ വെച്ചെന്ത് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. ഓക്കെ, ജസ്റ്റ് ആ സമയത്ത് വ്യാപാരം, ആ സമയത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ സമുദ്രമാർഗം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ജെയിംസ് ഫെച്ചറിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു കൃതി അല്ലെങ്കിൽ ഒരു നോവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്തത്. പ്രാചീന കാലം മുതൽ തന്നെ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യ ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു അല്ലേ. അപ്പോൾ ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ നമ്മുടെ SCRTയിൽ മെയിനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അല്ലേ. അവർക്കെന്താ വേറെ രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ട്രേഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ, അതായത് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത അവരെ കണ്ടെത്തി. അപ്പോൾ അത് കണ്ടെത്താനുള്ള കുറേ പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്ന് അവരുടെ സാങ്കേതിക പുരോഗതിയാണ് അല്ലേ. ഈ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലുള്ള അവരുടെ സാങ്കേതികമായ മികവാണ്. രണ്ടാമത്തത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുള്ള വളർച്ച. പിന്നെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുള്ള പുരോഗതി. പിന്നെയോ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. പിന്നെ യൂറോപ്പിലെ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. പിന്നെ വരുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇപ്പം ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. അവർക്ക് പുതിയൊരു സമുദ്രപാത കണ്ടെത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. പോർച്ചുഗീസുകാരാണെന്ത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് വന്നത് അല്ലേ. 1498 മെയ് 20-ാം തീയതി കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചിൽ ആര് വന്നിറങ്ങി? വാസ്കോ ഡ ഗാമ വന്നിറങ്ങി അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്ന യൂറോപ്യർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസാണ്, 1 പോയിന്റ്. 1498 മെയ് 20 കാപ്പാട് ബീച്ചിലാണ് അവർ വന്നിറങ്ങിയത്, 2 പോയിന്റ്. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ, 3 പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. എവിടെ നിന്നാണ് അദ്ദേഹം കപ്പൽ യാത്ര ആരംഭിച്ചത്? ലിസ്ബണിൽ നിന്നാണ് അല്ലേ. ഈ പൊസിഷനിൽ നിന്നാണ് അദ്ദേഹം ലിസ്ബണിൽ നിന്നാണ് കപ്പൽ യാത്ര ആരംഭിച്ചത്. പിന്നെന്താ, ഇങ്ങനെ കറങ്ങി അറ്റ്ലാന്റിക് സമുദ്രം വഴിയാണ് അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു. ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് ആഫ്രിക്കയിലെ ഒരു പോയിന്റാണ്. അവിടെ വെച്ചൊന്ന് സ്റ്റേ ചെയ്തു. അതിനുശേഷം നേരെ ഈ ഒരു പൊസിഷൻ കോഴിക്കോട് അല്ലേ, കാപ്പാട് ബീച്ച് വന്നാണ് ഇറങ്ങിയത്. ആര്? വാസ്കോ ഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്ബൺ അല്ലേ. ലിസ്ബണിൽ നിന്നാണ്, പോർച്ചുഗലിന്റെ ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം കപ്പൽ യാത്ര ആരംഭിച്ചത്. എവിടെ എത്തിച്ചേർന്ന സ്ഥലം? കാപ്പാട് എവിടെയാണ്? കോഴിക്കോടാണ്. വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും അല്ലേ. സമുദ്രം ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്. പിന്നെയോ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് ഇല്ലേ, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ഇനി വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും ഏതൊക്കെയാണ്? ആഫ്രിക്കയുണ്ട്, ഏഷ്യയുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞു അല്ലേ. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും പുതിയൊരു സമുദ്രപാത കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ചു. പണ്ട് കാലത്ത് ഈ യൂറോപ്പ് ഈ ഒരു വഴിയൊക്കെ
ട്രാവൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രദേശമാണ് എന്താ തുർക്കികൾ പിടിച്ചടക്കിയത്. അപ്പോൾ അവർക്ക് എന്താ റൂട്ട് മാറ്റി സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. അതൊരു ആവശ്യകതയായിരുന്നു. യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നമ്മൾ പറഞ്ഞില്ലേ യൂറോപ്പ് ഇതല്ലേ യൂറോപ്പ്, ഇതല്ലേ ഏഷ്യ, ഇതിനിടയിലുള്ള ഈ മെഡിറ്ററേനിയൻ കടലിൽ കൂടെയുള്ള ഒരു വഴിയാണ് അല്ലെ. ഇതുവഴി യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു. കടൽ മാർഗവും വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. ഏത് വർഷം? 1453. ഏത് വർഷമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതെന്ന് പറഞ്ഞാൽ 1453. അപ്പോൾ എന്താ, അതുവഴിയുള്ള യൂറോപ്യരുടെ ട്രേഡിങ് തടഞ്ഞു. അപ്പോൾ തുടർന്ന് ഒരു പുതിയ പാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. അതാണ് കറങ്ങി വന്നത്. ഓക്കെ, ശുഭപ്രതീക്ഷ മുനമ്പ് വഴി കറങ്ങി വന്നു. ഇനി ഗാമയുടെ 3 കപ്പലുകളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. സാവോ ഗബ്രിയൽ, അത് അദ്ദേഹം സഞ്ചരിച്ച കപ്പലായിരുന്നു. അതുകൂടാതെ സാവോ റാഫേൽ, സാവോ ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. എന്ന് എത്തിച്ചേർന്നത് മറന്നുപോകരുത്, 1498 മെയ് മാസം 20-ാം തീയതി. 1498 മെയ് മാസം 20-ാം തീയതി. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര നമ്മൾ പറഞ്ഞു. കോഴിക്കോട് ഒന്നുകൂടി എഴുതുവാണെങ്കിൽ മറന്നുപോകരുത്, 1498 മെയ് 20-ാം തീയതി എവിടെ വന്നിറങ്ങി? കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങി. ആരിറങ്ങി? വാസ്കോഡ ഗാമ ഇറങ്ങി അല്ലേ, കോഴിക്കോട്. കാപ്പാട് കോഴിക്കോട് വന്നിറങ്ങി. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ അടുത്തേക്ക് ചെന്നു അല്ലെ. സാമൂതിരിയുടെ അടുത്തേക്ക് ചെന്നു. എന്തിനു വേണ്ടിയാ? ട്രേഡ് ചെയ്യാൻ വേണ്ടി, വ്യാപാരം നടത്താൻ വേണ്ടി. അപ്പോൾ ഈ സാമൂതിരിയായിട്ട് ഓൾറെഡി ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ആര്? അറബികൾ അല്ലെ. അറബികൾ, ചൈനക്കാരൊക്കെ ഓൾറെഡി ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്നതാണ്, വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വാസ്കോഡ ഗാമ പറഞ്ഞത്, ഇവരെ പരിഗണിക്കാതെ, അതായത് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഇവർക്കധികം വ്യാപാരത്തിനുള്ള ചാൻസ് കൊടുക്കാതെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ട്രേഡ് നടത്താൻ വേണ്ടി അനുവദിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സാമൂതിരിക്ക് അതെന്താ, ഇവരായിട്ട് സാമൂതിരി ഓൾറെഡി ടൈപ്പ് ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ സാമൂതിരി വാസ്കോഡ ഗാമയുടെ ആ ഒരു സജഷൻ നിരസിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ നേരെ കണ്ണൂര്, കോഴിക്കോടാണെങ്കിൽ സാമൂതിരിയാണ്, കണ്ണൂര് കോലത്തിരിയാണ്. കണ്ണൂരുള്ള കോലത്തിരി രാജാവുമായിട്ട് ട്രേഡിങ് നടത്താൻ വേണ്ടി ചെന്നു. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ ഓരോരോ നാട്ടുരാജ്യങ്ങളും തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിന് മറ്റൊരു നാട്ടുരാജ്യത്തെ ഇഷ്ടമല്ല. അപ്പോൾ സാമൂതിരി നിരസിച്ചതായതുകൊണ്ട് തന്നെ കണ്ണൂരിലെ കോലത്തിരി വാസ്കോഡ ഗാമയെ സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ കുരുമുളക് ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അല്ലെ. കറുത്ത പുന്നെന്നൊക്കെ അറിയപ്പെടുന്ന കുരുമുളക് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുക, കൊണ്ടുപോവുക, അവിടെ വലിയ വിലയ്ക്ക് മറച്ചു വെക്കുക, അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഈ ട്രേഡിങ്ങിലൂടെ, അല്ലെങ്കിൽ ഈ വാസ്കോഡ ഗാമയുടെ ഫസ്റ്റ് വിസിറ്റിലൂടെ യാത്രാ ചെലവിൻ്റെ 60 മടങ്ങിലധികം, ഓക്കെ, യാത്രാ ചെലവിൻ്റെ 60 മടങ്ങിലധികം ഇവിടെ നിന്ന് അവർ സമ്പാദിച്ചിട്ടാണ് തിരിച്ചുപോയത്. ഓക്കെ, അപ്പോൾ 1498 മെയ് 20 പോർച്ചുഗീസ് കാരനായിട്ടുള്ള വാസ്കോഡ ഗാമ കാപ്പാട് ബീച്ച് കോഴിക്കോട് വന്നിറങ്ങി. നേരെ പോയത് കോഴിക്കോട് സാമൂതിരിയുടെ അടുത്തേക്കാണ്. കോഴിക്കോട് സാമൂതിരി ഗാമയുടെ ആവശ്യം നിരസിച്ചു. കാരണം ഓൾറെഡി അദ്ദേഹം അറബുമായിട്ടൊക്കെ നല്ല ഒരു ടൈപ്പിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂതിരി നിഷേധിച്ചതുകൊണ്ട് കണ്ണൂരിലെ കോലത്തിരി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം അവിടെ വ്യാപാരവും കാര്യങ്ങളൊക്കെ നടത്തി തൻ്റെ യാത്രാ ചെലവിൻ്റെ 60 മടങ്ങിലധികം ലാഭമായിട്ടാണ് തിരിച്ചുപോയത്. ഇനി ഈ പോർച്ചുഗീസുകാർ അതിനുശേഷം അവരുടെ സാമ്രാജ്യം കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചു അല്ലേ. 1504 ശേഷം 1598 ശേഷം 1502 പിന്നെ 1524 വാസ്കോഡ ഗാമ വരുന്നുണ്ട്. 3 തവണയാണ് ഇവിടെ വിസിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, അത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പോൾ എങ്കിൽ കൂടിയും കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4 അങ്ങനെ 4 പേരുണ്ടായിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ ഇവർക്ക് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. പോർച്ചുഗീസുകാർക്ക് അത്ര എളുപ്പമായിരുന്നില്ല ഓരോരോ കാര്യങ്ങൾ വാണിജ്യ വ്യാപാരം നടത്തുന്നതിനൊക്കെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് സാമൂതിരി അവരെ നിരസിച്ചു. കാലക്രമേണ സാമൂതിരിയൊക്കെ ആയിട്ട് അവർ ട്രേഡ് നടത്തി. നമ്മുടെ മലബാർ പ്രദേശങ്ങൾ മൊത്തം എല്ലാവരുമായിട്ടും, പിന്നെ കൊച്ചിയൊക്കെ അവരുടെ മെയിൻ ഏരിയ ആയിരുന്നു, അവരൊക്കെ ആയിട്ട് വ്യാപാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സാമൂതിരിയുടെ പടത്തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4 ഓക്കെ, അപ്പോൾ കുറച്ചധികം കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെ ചേർത്ത് സാമൂതിരിയെയും പശ്ചിമ തീരങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിലായിട്ട് ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട ഓക്കെ, ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ചാലിയൻകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ചാലിയൻകോട്ട പിടിച്ചെടുത്തത്
കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഓക്കെ, സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി അല്ലെ, അങ്ങനെയുള്ള ഒരു വിശേഷമുള്ളതാണ് എന്ത് ചാലിയൻകോട്ട. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. ചാലിയൻകോട്ട പിടിച്ചെടുക്കിയത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ആരെയാണ്? അത് കുഞ്ഞാലി നാലാമനെയാണ്. ഓക്കെ, കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും നടന്നു. ഓക്കെ, ഇനി പോർച്ചുഗീസുകാര് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കശുമാവ്, പറങ്കിമാവ് എന്നുള്ളത് പോർച്ചുഗീസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, ഇതൊക്കെ ഇതാണ് പോർച്ചുഗീസ് വരവോടുകൂടി നമ്മളിവിടെ സുപരിചിതമായ കാര്യങ്ങളാണ്. കശുമാവ്, പപ്പായ, പേരയ്ക്ക, പിന്നെ മേശ, കസേര, അലമാര, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ അവർ വന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട 1503 കൊച്ചിയിൽ സ്ഥാപിച്ചു. ഓക്കെ, അവർ വന്നതുകൊണ്ടുള്ള നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ്, ഗുണങ്ങളാവാം ദോഷങ്ങളാവാം. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് കീഴിലെ ആധിപത്യത്തിലായി. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രദേശങ്ങളാണെന്ത്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഓക്കെ, കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഓക്കെ, പിന്നെയോ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ കൊണ്ടുവന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. പിന്നെ യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇത്രയാണ് എന്ത് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അവർ വന്നതിന് ശേഷം എന്തൊക്കെ നടന്നു? യൂറോപ്പിൽ ഒരു കോട്ട നിർമ്മിച്ചു അല്ലേ? യൂറോപ്പിൽ 1503 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കോട്ട, മാനുവൽ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ്. ഇത് കൊച്ചിയിൽ സ്ഥാപിച്ചു. അതിനുശേഷം സെന്റ് ആഞ്ചലോസ് കോട്ടയൊക്കെ സ്ഥാപിച്ചു കേട്ടോ. അത് ഫസ്റ്റത്തത് ആയതുകൊണ്ട് തന്നെ പ്രിഫറൻസ് ഉണ്ട് അല്ലേ. പിന്നെ കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആയിരുന്നവരുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമൃഗങ്ങളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇനി അതിനുശേഷമാണ് എന്ത്? ഡച്ചുകാരുടെ കടന്നുവരവ് അല്ലെ. പോർച്ചുഗീസുകാരൊക്കെ തുടർന്ന് പിന്നെ വന്നതാണ് എന്ത്? ഡച്ചുകാർ എന്ന് പറഞ്ഞാൽ നെതർലൻഡിലുള്ള ആൾക്കാരാണ് അല്ലെ, ഹോളണ്ടിലുള്ള ആൾക്കാരാണ് എന്ത്? ഡച്ചുകാരെന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അവരുടെ മെയിൻ സ്ഥലങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന സ്ഥലങ്ങൾ. ഇവരുടെ സ്ഥലം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ? കൊച്ചി, ഗോവ, ദാമൻ, ദിയു പോർച്ചുഗീസുകാരുടെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആണ് പോർച്ചുഗീസുകാരുടെ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുരയാണ് എന്ത്? ഡച്ചുകാരുടെ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പിന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ, ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അല്ലെ. പോർച്ചുഗീസുകാർ ആദ്യം വന്നു, അതിനുശേഷം ഡച്ച് വന്നു, അതിനുശേഷം ഇംഗ്ലീഷുകാർ വന്നു, അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു. ഇതാണ് നമ്മുടെ ഇവിടെ വന്ന ഓർഡർ, TDEF. അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ നോക്കി കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ തോൽപ്പിച്ചു. ഓക്കെ, 1663 ഡച്ചുകാര് പോർച്ചുഗീസുകാർ പണിത കോട്ടയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കോട്ടയ്ക്ക് ഡച്ച് കോട്ട എന്ന് പേരൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഡച്ചുകാരുടെ അവസാനമാണ് എന്ത്? കുളച്ചൽ യുദ്ധത്തിൽ നടക്കുന്നത് 1741. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ച് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഡച്ചിലെ മെയിൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഡിലനോയ്, വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡിലനോയ്. അദ്ദേഹത്തെ തോൽപ്പിച്ച് ഡച്ചുകാരെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തോൽപ്പിക്കുകയുണ്ടായി. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു വിദേശ ശക്തിയെ തോൽപ്പിക്കുന്ന ആദ്യത്തെ ഒരു സംഭവം ഇത് തന്നെയാട്ടോ, കുളച്ചൽ യുദ്ധം. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് കുളച്ചൽ യുദ്ധം. 1741 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഓക്കെ, ഇനി നോക്കിയേ 1753 ഓഗസ്റ്റ് 15 എന്ത് നടന്നു? മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. ഓക്കെ, ഒരു യുദ്ധം കഴിഞ്ഞെങ്കിലും ഈ നമ്മളെ വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ ഡിലനോയ് എന്നറിയപ്പെടുന്ന ആളെയൊന്നും വധിച്ചില്ല അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പകരം അദ്ദേഹത്തെ തിരുവിതാംകൂർ സേനയെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അദ്ദേഹം മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡിലനോയ്, അതേ തുടർന്നാണ് വധിക്കാതെ ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള രീതിയിൽ 1741 നമ്മൾ തോൽപ്പിച്ചെങ്കിലും ഇതിനൊരു സന്ധി കാര്യങ്ങളൊക്കെ ഒപ്പുവയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവർ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ.
പൂർണ്ണമായിട്ടും പോയില്ല, നമ്മുടെ ആ ഒരു പ്രദേശത്തു നിന്നാണ് പോയത്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. തിരുവിതാംകൂർ രാജ്യത്തെ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു നാഴികക്കല്ലായ സമാധാന കരാറായിരുന്നു ഇത്. ഇത് മേഖലയിലെ ഡച്ച് രാഷ്ട്രീയ സ്വാധീനത്തിനും സൈനിക ആക്രമണത്തിനും അവസാനമായി. ഓക്കെ, അപ്പോൾ അതോടുകൂടിയാണ് ഇത് ഡച്ചിന്റെ പതനം ഏകദേശം പൂർണ്ണമായത്. ഇനി ഡച്ചുകാരുടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭാവനയാണിത് ഹോർത്തൂസ് മലബാർക്കസ്. ഓക്കെ, ഡച്ചുകാരുടെ ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാർക്കസ് എന്നുള്ള കൃതിയാണ്. 1678 മുതൽ 1703 വരെ. ഓക്കെ, 1678 മുതൽ 1703 വരെ 12 വോളിയങ്ങളിലായിട്ടാണ് എന്ത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1678 to 1703 കാലയളവിൽ. ഓക്കെ, കേരളത്തിലെ 742 ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ്. ഓക്കെ, ആരാണ്? ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഹോർത്തൂസ് മലബാർക്കസ് ആണ് ഡച്ചുകാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭാവന. ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം അല്ലെങ്കിൽ ഒരു ബുക്കാണത്. പിന്നെ നമ്മൾ പറഞ്ഞു 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാലയളവ് 1678 to 1703, 12 വോളിയായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഈ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഹെൻറിക് വാൻ റീഡ് എന്ന് പറഞ്ഞു. നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാട്ടോ. നെതർലൻഡിലെ ആംസ്റ്റർഡാം. ഓക്കെ, ഡാമിൽ നിന്നാണ് എന്ത്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത്. എന്ന് 1678 1703 കാലയളവിൽ 12 വോളിയായിട്ടാണ്. ഓക്കെ, ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഹെൻറിക് വാൻ റീഡ് ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്നുള്ള മലയാളി വൈദ്യനായിരുന്നു. ഇട്ടി അച്യുതൻ. ഓക്കെ, 2025 ജനുവരി 1 അദ്ദേഹം ഇട്ടി അച്യുതൻ എന്നുള്ള മലയാളി വൈദ്യനായിരുന്നു സഹായിച്ചത്. പിന്നെ അതുകൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ഇട്ടി അച്യുതൻ എന്നുള്ള മലയാളി വൈദ്യൻ സഹായിച്ചു. ആരെ? വാൻ റീഡിനെ സഹായിച്ചു. എന്ത്? ഹോർത്തൂസ് മലബാർക്കസ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നീ 3 പേരും ഈ രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാർക്കസ് ആണ്. പിന്നെ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ. ഓക്കെ, ഇദ്ദേഹം മരിച്ചത് 2025 ജനുവരിയിലാണ് കേട്ടോ. 2025 ഈ ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചു പോയതാണ് ഡോക്ടർ KS മണിലാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഹോർത്തൂസ് മലബാർക്കസ് ആണ് എന്ത്? മെയിനായിട്ടും ഡച്ചുകാരുടെ സംഭാവന. 1678 1703 കാലയളവിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഹെൻറിക് വാൻ റീഡ് ആണ് അദ്ദേഹത്തെ സഹായിച്ചത്. മലയാളി വൈദ്യനായ ഇട്ടി അച്യുതൻ. 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 12 വോളിയങ്ങളായിട്ടാണ്. എവിടെ നിന്നാണ്? നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത്, അല്ലേ? പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നീ 3 പേരും കൂടി എന്ത് രചനയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. പിന്നെ KS മണിലാലാണ് ഇത് ഇംഗ്ലീഷിലേക്കൊക്കെ വിവർത്തനം ചെയ്തത്. ഇനി അടുത്തത് വരുന്നത് ഫ്രഞ്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് വന്നു. ആദ്യം ഞാൻ പറഞ്ഞു പോർച്ചുഗീസ് വന്നു, ഡച്ച് വന്നു, ഇംഗ്ലീഷ് വന്നു, ഫ്രഞ്ച് വന്നു. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഏകദേശം ഒരേ കാലയളവിൽ 2 പേര് വന്നു കഴിഞ്ഞാൽ രണ്ടും വിദേശ ശക്തികൾ തന്നെയാണ്. അപ്പോൾ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അവരെങ്ങനെയും യുദ്ധം നടത്തും. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധം. ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറയുമ്പോൾ കർണാടക എന്നുള്ള രീതിയിൽ ആലോചിക്കരുത്. അത് നമ്മുടെ കേരളത്തിന് മുകളിൽ സൈഡിലായിട്ടുള്ള തമിഴ്നാടിൻ്റെ ഭാഗവും ആന്ധ്രയുടെ ഭാഗവും ഒക്കെ ചേർന്ന ഭാഗമാണ് കർണാട്ടിക് എന്ന് നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ഫ്രാൻസിനെ തോൽപ്പിച്ചു. തൽഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം എവിടെയൊക്കെ? പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, കാരക്കൽ, യാനം, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഫ്രഞ്ചുകാർ ചുരുങ്ങുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരുടെയും ചെറിയ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്ത് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ആധിപത്യം ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു, അല്ലേ? പിന്നെ അവർ വന്ന ഓർഡർ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മളിവിടെ കർണാട്ടിക് വാർ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കർണാട്ടിക് വാർ 1746 1748 ഓക്കെ, 1746 to 1748 ഫസ്റ്റ് കർണാട്ടിക് വാർ. സെക്കൻഡ് കർണാട്ടിക് വാർ ആണെങ്കിലോ 1749 to 1754 1754.
തേർഡ് കർണാട്ടിക് വാർ ആണെങ്കിൽ സപ്തവത്സര യുദ്ധം എന്നൊക്കെ അറിയപ്പെടും. 1756 to 1763 7 വർഷമുണ്ട്. അതുകൊണ്ട് സപ്തവത്സരം എന്നൊക്കെ യുദ്ധം എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഓരോ വാർ കഴിയാൻ നേരത്തും ഓരോ സന്ധിയിലൂടെയാണ് ഇത് നിർത്തുന്നത് അല്ലേ. നമ്മൾ യുദ്ധം എന്തെങ്കിലും ഒരു സമാധാന ഉടമ്പടിയിലൂടെ മാത്രമല്ലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കർണാട്ടിക് വാർ നിർത്തിയത് ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ സന്ധി സമാധാന ഉടമ്പടിയിലൂടെയാണ് 1748 ഫസ്റ്റ് വാർ കർണാട്ടിക് വാർ എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് കർണാട്ടിക് വാർ ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സമാധാന ഉടമ്പടിയിലൂടെ 1754 സെക്കൻഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്തു. തേർഡ് കർണാട്ടിക് വാർ ആണ് 7 വർഷം അല്ലേ, സപ്തവത്സര യുദ്ധം എന്നൊക്കെ അറിയപ്പെടും. 1763 ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടിയിലൂടെ 1763 തേർഡ് കർണാട്ടിക് യുദ്ധവും എൻഡ് ചെയ്യും. ഇതിനകത്ത് ആരാ ജയിച്ചത്? ബ്രിട്ടീഷാണ് ജയിച്ചത് അല്ലേ. ബ്രിട്ടീഷാണ് ജയിച്ചത്. ആരെ തോപ്പിച്ചു? ഫ്രാൻസിനെ തോപ്പിച്ചു അല്ലേ. ബ്രിട്ടീഷ് വേഴ്സസ് ഫ്രാൻസ് ആയിരുന്നു ജയിച്ചത്, ബ്രിട്ടീഷായിരുന്നു അല്ലേ. ഇനി ഇതല്ലാതെ ബ്രിട്ടീഷുകാരെ ഫ്രഞ്ചുകാരെ പൂർണ്ണമായും തുടച്ചു നീക്കി എന്ന് കരുതപ്പെടുന്നത് ഏത് വർഷം? 1760 1760. ആ യുദ്ധത്തിന് പറയുന്ന പേരാണ് വാണ്ടി വാഷ് യുദ്ധം. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ആ യുദ്ധത്തിൽ. അപ്പോൾ അതോടുകൂടിയാണ് ഫ്രഞ്ചുകാരുടെ പതനം ഏകദേശം തീരുമാനമായത്. ഓക്കെ, വാണ്ടി വാഷ് യുദ്ധം പഠിച്ചിരിക്കുക 1760. ഓക്കെ, ദേശീയാട്ടിയിലുള്ള കാര്യങ്ങളല്ല നമ്മൾ എക്സ്ട്രാ എടുത്ത് പറയുന്നതാണ്. ഇതും നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് കർണാട്ടിക് യുദ്ധമൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ട്രീറ്റി ഓഫ് ആക്സില ചാപ്ലെ ഫസ്റ്റ് കർണാട്ടിക് വാർ എൻഡ് ചെയ്യാൻ കാരണമായി. 1746 to 48 ഫസ്റ്റ് കർണാട്ടിക് വാർ. അപ്പോൾ 48 ആക്സില ചാപ്ലെ സന്ധി. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സന്ധി 1754. 49 to 54 യുദ്ധം നടന്നത്. 54 സന്ധി ഒപ്പിട്ടു. ലാസ്റ്റ് വരുന്നതാണ് പാരീസ് സന്ധി 1763 അല്ലേ. തേർഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്തു. പിന്നെ വാണ്ടി വാഷ് യുദ്ധവും പറഞ്ഞു 1760. ക്ലിയർ അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്കി, ഈ ത്രികോണത്തിൽ കാണുന്നില്ലേ, ത്രികോണം റെഡ് അല്ലേ, ഇതാണ് പോർച്ചുഗീസുകാർ. ഡച്ച് ആണെങ്കിൽ ചതുരം അല്ലേ, റെക്ടാങ്കിള് ഡച്ചുകാർ. ഒരു പച്ച ഡോട്ടാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ നോക്കി, അഹമ്മദാബാദ്, ബറോച്ച്, നാഗപട്ടണം, ചിൻസുര ഇതൊക്കെയാണ് ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശം. കൊച്ചി, ഗോവ, ദാമൻ ദിയു ഒക്കെയാണ് പോർച്ചുഗീസുകാർ. മാഹി, കാരക്കൽ, പോണ്ടിച്ചേരി, യാനോ ഒക്കെയാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അതിനു മുമ്പ് ഈ ബറോച്ച്, അഹമ്മദാബാദ് ഒക്കെ ഗുജറാത്തിലാട്ടോ, ഗുജറാത്തിലാണ്. അതൊന്നും ഓർത്തിരിക്കുക. നാഗപട്ടണമാണ് ഈ തമിഴ്നാട്. ഓക്കെ, ചിൻസുരയാണെങ്കിൽ ബംഗാൾ. പിന്നെ ഗോവ, ദാമൻ ദിയു, മാഹി, കൊച്ചി, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു. നോക്കിയിരിക്കണേ, കൊച്ചി, ഗോവ, ദാമൻ ദിയു ഒക്കെയാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശം എന്ന് പറയുന്നത്. ഡച്ച് ആണെങ്കിൽ നാഗപട്ടണം, ബറോച്ച്, ചിൻസുര, അഹമ്മദാബാദ് അല്ലെ, ഇതൊക്കെയാണ് ഡച്ചിന്റെ അധിനിവേശ പ്രദേശം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി അല്ലേ. പിന്നെ ഒരു സ്ഥലം കൂടി പഠിച്ചിരിക്കുക, ചന്ദ്രനഗർ. ഓക്കെ, ചന്ദ്രനഗർ. ഇതും ഏതായിരുന്നു? ചന്ദ്രനഗർ എന്ന് പറഞ്ഞതും ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു, ചന്ദ്രനഗർ. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെയായാലും നോക്കിയിരിക്കുക. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമാണ് കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഡച്ച് അധിനിവേശ പ്രദേശമാണ് നാഗപട്ടണം, ബറോച്ച്, ചിൻസുര, അഹമ്മദാബാദ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി, കാരക്കൽ, യാനം, മാഹി, ചന്ദ്രനഗർ. ഓക്കെ, ഇനി അടുത്തത്, അവർ കച്ചവടത്തിനായിട്ടാണ് ഇവിടെ വന്നത്. എല്ലാ വിദേശ ശക്തിയും കച്ചവടത്തിനായിട്ടാണ് വന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ മാത്രം കച്ചവടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തില്ല, അവർ അധികാരത്തിലേക്ക് വന്നു തുടങ്ങി അല്ലേ. അതായത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നത്, സ്ഥാപിക്കുന്നത്. കമ്പനിയുടെ പ്രതിനിധി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്നും അനുമതി നേടി. എന്തിനു വേണ്ടി? ഗുജറാത്തിലെ സൂററ്റിലെ ഒരു കച്ചവട താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതാണ് അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ആ സമയത്തെ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് നമ്മുടെ ആ സമയത്തുള്ള മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു. അങ്ങനെ ഗുജറാത്ത് സൂററ്റിൽ ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചു. അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളോ ഈ വർഷം ഓർത്തിരിക്കണം. ആ സമയത്തെ വില്യം ഹോക്കിൻസിനെ ഓർത്തിരിക്കണം. ആരുമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്? ജഹാംഗീറിനെ ഓർത്തിരിക്കണം. ഗുജറാത്തിലാണ്, സൂററ്റിലാണ് ആദ്യമായിട്ട് ഒരു ഫാക്ടറി വന്നത്. തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ
ഫാക്ടറികൾ വന്നു. എവിടെയൊക്കെ? മദ്രാസ് വന്നു, ബോംബെ വന്നു, കൽക്കട്ട വന്നു. മദ്രാസ്, ബോംബെ, കൽക്കട്ട ഇവിടങ്ങളിലൊക്കെ ഫാക്ടറി വന്നു. പക്ഷേ ഫസ്റ്റ് ഫാക്ടറി വന്നത് എവിടെയാണ്? ഫസ്റ്റ് ഫാക്ടറി ഗുജറാത്ത് അല്ലേ? ഗുജറാത്തിലെ സൂററ്റിലാണ്. സൂററ്റിൽ. അപ്പോൾ ഇത് ഓർത്തിരിക്കും. അടുത്തതിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത് കച്ചവടത്തിൽ നിന്ന് ആധിപത്യത്തിലേക്ക് അധികാരത്തിലേക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഓരോ സ്റ്റെപ്പും നമുക്കറിയണം. ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ഓക്കെ, പ്ലാസി യുദ്ധമാണ് അവർക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് കിട്ടിയത്. അതിനുശേഷം 1764 ബക്സാർ യുദ്ധത്തിലൂടെ അവർ അടിത്തറ ഉറപ്പിക്കുകയും ചെയ്യും അല്ലേ? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബംഗാളിലെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അതിനുശേഷം 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ 3 പ്രദേശങ്ങളും അവരുടെ കയ്യിലായി. ഓക്കെ, അപ്പോൾ അടിത്തറ അവർക്ക് കിട്ടിയത് ബക്സാർ യുദ്ധത്തിലാണ്. അതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷ് സഖ്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം നടന്നത് പ്ലാസി യുദ്ധമാണ് അല്ലേ? പ്ലാസി യുദ്ധം ആദ്യം നടന്നത് പ്ലാസി യുദ്ധം ഏത് വർഷം? 1757 അല്ലേ? റോബർട്ട് ക്ലൈവ് വസസ് ആരാ? സിറാജ് ഉദ്ദൗള അല്ലേ? സിറാജ് ഉദ്ദൗള. ഓക്കെ, ഇപ്പോൾ റോബർട്ട് ക്ലൈവ് ആണ് ജയിച്ചത്. ആ സമയത്ത് സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ചു. അവിടെ ചതിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമുക്കറിയാം, കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കും. ഓരോ നാട്ടുരാജ്യത്തിലും ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന അനൈക്യമാണ് അവർ ഏറ്റവും കൂടുതൽ മുതലെടുത്തത്. അപ്പം അങ്ങനെ പ്ലാസി യുദ്ധം നടക്കും. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇവിടെ അവർക്ക് കിട്ടുന്നത് ബംഗാളാണ്. ഓക്കെ, ബംഗാൾ. ഇവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന്, കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഭൂനികുതിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരുടെ സൈന്യം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. സൈന്യം മെച്ചപ്പെടുത്തി. അതിനുശേഷം 1764 എന്ത് നടന്നു? ബക്സാർ യുദ്ധം നടന്നു അല്ലേ? ബക്സാർ യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ബീഹാർ, ബംഗാൾ, പിന്നെ ഒറീസ. ബീഹാർ, ബംഗാൾ, ഒറീസ ഈ 3 സ്ഥലവും അവരുടെ അധീനതയിലായി. ആ സമയത്ത് ആരെയാണ് തോൽപ്പിച്ചത്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ്ദൗള അല്ലെ, പിന്നെ മിർ കാസിം. ഈ 3 പേരെ, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഇതൊക്കെ നോക്കിയിരിക്കണേ. അവധിലെ നവാബായിരുന്ന ഷൂജ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം, ഈ 3 പേരെയാണ് ഡിഫീറ്റ് ചെയ്തത് ബക്സാർ യുദ്ധത്തിൽ. ഓക്കെ, അതിനുശേഷം 1600 വർഷം കടന്നു പോവാണ്. അതിനു മുമ്പായിട്ട് 1757, 1764 കാലഘട്ടത്തിലെ യുദ്ധങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനു മുമ്പ് 1600 പോർച്ചുഗീസ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു. അതിനുശേഷം ഓരോ സ്റ്റെപ്പായിട്ട് അവർ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്തത്. 1639 ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാതിനായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകുകയുണ്ടായി. ബ്രിട്ടീഷുകാരുടെ നയമായിരുന്നു ഓരോ നാട്ടുരാജ്യങ്ങളിലും ചെന്ന് ഒരു സൗഹൃദം സ്ഥാപിച്ച് അവിടുത്തെ നാടുവാഴി അല്ലെങ്കിൽ ഇപ്പോൾ ആരാണോ അവിടെ റൂൾ ചെയ്യുന്നത് അവരെ പറ്റിച്ച് അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ വിശ്വസ്തത നേടിയെടുത്തിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഓരോ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഈ മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് എങ്ങനെ ലഭിച്ചത്? അവിടുത്തെ ഭരണാധികാരിയുടെ ഒരു ഉത്തരവോടുകൂടിയല്ലേ 1639 നടന്നത്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാതിനായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം കൊടുത്തു. ഈ ഒരു ഇൻസിഡന്റ് ഓർത്തിരിക്കുക. പിന്നെ നോക്കി, 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു പ്രദേശം സ്ത്രീധനം പോലെ കൊടുക്കുക അല്ലേ? പോർച്ചുഗീസ് രാജകുമാരി 1662 ഓർക്കണം. പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ ആര് കല്യാണം കഴിച്ചത്? ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ
എന്താ പോർച്ചുഗീസുകാർ ബോംബെ എന്നുള്ള പ്രദേശം എന്താ ഉപഹാരമായിട്ട് കൊടുത്തു. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ പ്രദേശം നോക്കി, ബോംബെ എന്നുള്ള പ്രദേശം പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അവരുടെ രാജകുമാരിനെ ഇംഗ്ലണ്ടുകാരനായ രാജകുമാരൻ കല്യാണം കഴിച്ചപ്പോൾ എന്താ ഉപഹാരമായിട്ട് കൊടുത്തു 1662. പിന്നുള്ളത് 1698 സുതനദി കാലിക്കട്ട ഗോവിന്ദ്പൂർ. ഏതാ? സുതനദി കാലിക്കട്ട ഗോവിന്ദ്പൂർ. ഒന്നും കൂടി പറഞ്ഞേ, സുതനദി കാലിക്കട്ട ഗോവിന്ദ്പൂർ. ഓക്കെ, എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ഇതാണ് പിന്നീട് എന്താ കൊൽക്കത്ത പട്ടണമായിട്ട് മാറിയത്. അത് നമുക്കൊരു ഗുണമാണ് അല്ലേ. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അവരുടെ ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിലൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത് കൽക്കട്ടേനെയാണ് അല്ലേ. അതിനുശേഷമാണ് ഡൽഹി ഉയർന്നു വന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. 1757 കാലഘട്ടം, പ്ലാസി യുദ്ധം നടക്കുക. ആ സമയത്ത് റോബർട്ട് ക്ലൈവ് പറഞ്ഞ വാക്കാണത്. ഓക്കെ, റോബർട്ട് ക്ലൈവ് അങ്ങനെ ഒരു പറയാനുള്ള കാരണം എന്താ? നമ്മുടെ ഇവിടുത്തെ അനൈക്യം തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് റോബർട്ട് ക്ലൈവിൽ ഉണ്ടാവാനുള്ള മെയിൻ കാരണം നമ്മുടെ അനൈക്യമായിരുന്നു അല്ലെ. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും ഒരു അനൈക്യം ഇവിടെ നിലനിന്നിരുന്നു, സാമുദായികമായിട്ടൊക്കെ. പിന്നെ അതല്ലാതെ അവരുടെ ഒരു എഫിഷ്യൻസി, അവരുടെ സാങ്കേതികപരമായ പുതിയ ആയുധങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ അത്രയ്ക്കുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ലല്ലോ ആ കാലത്ത്. പിന്നീട് ബ്രിട്ടീഷുകാരെ പതുക്കെ അധികാരത്തിലേക്ക് വന്നു. അതിനുശേഷം അവർ റൂൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പലതരത്തിലുള്ള നികുതി നയങ്ങൾ ഏർപ്പെടുത്തി. നമ്മൾ ആദ്യം പറഞ്ഞു 57 പ്ലാസി യുദ്ധം നടന്നപ്പോൾ നല്ലൊരു ഭൂമിയാണ്, നല്ലൊരു കൃഷിഭൂമിയാണ് ബംഗാൾ എന്നുള്ളത്. അപ്പോൾ ആ ബംഗാളിലെ കർഷകർ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവരുടെ സൈന്യത്തെ അവർ വിപുലപ്പെടുത്തിയത്. അപ്പോൾ അതേ രീതി തന്നെ അവർ എല്ലായിടത്തും തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലല്ല, ഒരു ഭൂപ്രദേശം തന്നെ നികുതി നയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. നികുതി അങ്ങനെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കൊണ്ടുവരും. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ആരാണ്? കോൺവാലിസ് പ്രഭു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇതിന്റെ സവിശേഷത എന്താ? ഭൂ ഉടമകളായ സെമീന്ദാർമാർക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. സെമീന്ദാരി സമ്പ്രദായം എന്നും ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സെമീന്ദാരി സമ്പ്രദായം അതെന്തുകൊണ്ടാ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കർഷകരുടെ കയ്യിൽ നിന്നും ഭൂനികുതി പിരിച്ചുകൊണ്ടിരുന്നത് സെമീന്ദാർമാരാണ്. ബ്രിട്ടീഷുകാർ തന്നെ നിയോഗിച്ച ഉദ്യോഗസ്ഥർ സെമീന്ദാർമാർ. അപ്പൊ അവർക്കാണ് നമ്മുടെ കർഷകർ നികുതി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സെമീന്ദാർമാരാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഭൂവുടമകളായിരുന്നു സെമീന്ദാർമാർ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതി മിക്കപ്പോഴും പണമായിട്ടൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷുകാർ. അപ്പോൾ പണമായിട്ട് ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സപ്പോസ് നെൽകൃഷി നമ്മൾ ചെയ്യുക, നെൽകൃഷി ചെയ്യാൻ നേരത്തെ എപ്പോഴും ഒരേപോലെ വിളവ് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ വിളവ് കുറയാൻ നേരത്ത് കിട്ടുന്ന നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയും, പണം കുറയും. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെയാണോ? അല്ല, അവർക്ക് നിശ്ചിത നികുതിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ വിളവ് മോശമായാലും വിളവ് നന്നായാലും അവർക്ക് അത്ര നികുതി കിട്ടിയിരിക്കണം. അപ്പോൾ അത് കർഷകരെ വല്ലാത്ത രീതിയിൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നത്തിലേക്ക് വരുന്നതിനനുസരിച്ചാണ് കർഷകര് അല്ലെങ്കിൽ ഓരോരോ ആരൊക്കെ അഫക്റ്റ് ചെയ്യണോ അവരൊക്കെ സംഘടിക്കാൻ തുടങ്ങും അല്ലേ. അപ്പൊ ആരൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ സംഘടിച്ച് കൂട്ടമായി വന്ന പിൽക്കാലത്ത് ഓരോ സംഘടനകൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ ഓരോ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചൂട് പിടിച്ച് ആൾക്കാരെ അണിചേർന്നാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം എത്തിയത്. അപ്പൊ അത് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. 1873 ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് ശേഷം 1820 റയട്ട് വാലി സമ്പ്രദായം വന്നു. ദക്ഷിണേന്ത്യ, ഡക്കാൻ എന്നീ പ്രദേശങ്ങളിലാണ് അല്ലെ. ബംഗാൾ, ബീഹാർ, ഒറീസയായിരുന്നു കോൺവാലിസ് പ്രഭു കൊണ്ടുവന്ന സെമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ. ഇവിടെ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയും ഡക്കാനുമായിരുന്നു. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് ഇവർ രണ്ടുപേരുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡ്. പിന്നെ നോക്കി, കർഷകരെയാണ് ഇവിടെ ഭൂവുടമകളായിട്ട്. അവിടെ സെമീന്ദാർമാരായിരുന്നു ഭൂവുടമ. ഇവിടെ റയട്ട് വാലി കർഷകരാണ്. റയട്ട് എന്ന് പറയുന്നത് കർഷകർ എന്നാണ് അർത്ഥം. അവരെ ഭൂവുടമയായിട്ട് നിശ്ചയിച്ചു. ബ്രിട്ടീഷുകാർ നേരിട്ടാണ് അപ്പോൾ നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. ഓക്കെ, പിന്നെ ഉള്ളത് മഹൽവാരി സമ്പ്രദായമാണ് 1822. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹോൾട്ട് മെക്കൻസി. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. അപ്പൊ നോക്കി, ബംഗാൾ, ബീഹാർ, ഒറീസ ആ കിഴക്കൻ സൈഡ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യൻ സൈഡ്, തെക്കൻ സൈഡ് ആണെങ്കിൽ റയട്ട് വാലി സമ്പ്രദായം. മുകളിൽ അല്ലെ നോർത്ത് സൈഡിലാണെങ്കിൽ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് ആ ഏരിയയിലാണെങ്കിൽ മഹൽവാരി സമ്പ്രദായം. ഗ്രാമത്തെ ഓരോ യൂണിറ്റുകളായിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. ആ ഗ്രാമത്തിനാണ് മഹൽ എന്നുള്ള രീതിയിൽ
വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, ഓരോ മഹലുകളായിട്ട് തിരിച്ചു ഗ്രാമങ്ങളെ. അതിനുശേഷം അത് ഓരോ യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിക്കുകയാണ് ഉണ്ടായത്. നികുതിയിൽ വീഴ്ച വരുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് ഇന്ത്യയോട് ആ ഗ്രാമത്തെ തന്നെ കൂട്ടിച്ചേർക്കുകയാണ് എന്ത് മഹൽവാരി സമ്പ്രദായത്തിൽ ചെയ്തത്. ഈ ബ്രിട്ടീഷുകാരുടെ നികുതി നയം കർഷകരെ എങ്ങനെ ബാധിച്ചു? നമ്മളത് പറഞ്ഞത് ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു, അല്ലെ വട്ടപ്പലിശക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. കണക്കടിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഒരു കാലത്ത് സ്വന്തം ഭൂമി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കാള അല്ലെങ്കിൽ ഒഴിവെന്നുള്ള കാള അല്ലെ കലപ്പ അങ്ങനെയുള്ള പണി സാമഗ്രികളൊക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു, നമ്മുടെ കർഷകരുടെ ഉണ്ടായി. അപ്പോൾ ഈ നികുതി അടയ്ക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ആദ്യം സ്ഥലം പോയി. അതിനുശേഷം പിന്നെന്താ, ഈ വട്ടപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വട്ടപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വന്നു. അപ്പോൾ അവരുടെ അടുത്തും കടായി, നികുതി അടയ്ക്കാനും കഴിയാത്ത സാഹചര്യം വന്നു. അപ്പോൾ സ്ഥലം പോയി, പിന്നെന്താ പണിയായുധങ്ങൾ പോയി, എല്ലാം പോയി. അപ്പോൾ പിന്നെന്താ ഇവരുടെയൊക്കെ കീഴിൽ അടിയാളരായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ കർഷകർക്ക് വന്നു. പൈസയുള്ള കർഷകർക്കും കേട്ടോ, ഭൂവുടമകളായിരുന്ന നല്ല പൈസയുള്ള കർഷകർക്കും അങ്ങനെയുള്ള വേദനാജനകമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കുറേ കലാപങ്ങൾ ഓരോ പ്രദേശങ്ങളിലായിട്ട് നടന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സന്യാസി കലാപങ്ങളാണ്. സന്യാസി കലാപം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്നുള്ള ഇതിൽ നിന്ന് എടുത്തുള്ള ഒരു പോർഷനാണ്. നമുക്കറിയാം വന്ദേ മാതരം എന്നുള്ള ദേശീയ ഗാനം ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അതിനകത്ത് ഭവാനന്ദൻ എന്നുള്ളൊരു ആള് ഒരു കഥാപാത്രം പാടുന്നതാണ് വന്ദേ മാതരം. ആ ഒരു രീതിയിലാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബംഗാളി ഭാഷയാണ് ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ അതിലൊരു പോർഷനാണ് നമ്മളിവിടെ പറയുന്നത്. 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്നൊരു ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷെ പെട്ടെന്ന് മഴ നിലച്ചു, വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാളിലെ ദയനീയ അവസ്ഥയായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു, കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടുകളിന്റെ വാതിൽ പോലും വിളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. വിലയുള്ള എല്ലാ സാധനങ്ങളും വിറ്റു. മനുഷ്യർക്കൊരു വിലയില്ലാത്തതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയുണ്ടായി. എലികളെയും പൂച്ചകളെയും നായകളെയും കൊന്നു നിന്ന് വിശപ്പടക്കി അല്ലെ. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പടർന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതെയായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. അപ്പോൾ ബംഗാളിലൊരു കഷ്ടപ്പാട്, ക്ഷാമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. 1773 പറഞ്ഞത്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും, ആരൊക്കെ ദരിദ്രരായ കർഷകർ തൊഴിലാളികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സന്യാസി കലാപം എന്ന് ഇത് അറിയപ്പെടുന്നത്. സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ അണിചേർന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപം അറിയപ്പെടുന്നതാണ് സന്യാസി ഫക്കീർ കലാപം. ഇതിലെ രണ്ട് മെയിൻ ആൾക്കാരാണ് ഭവാനി പതുക്കും മജനി ഷായും. ഓക്കെ, 1776 നമുക്ക് ഓൾമോസ്റ്റ് പറയാൻ പറ്റാവുന്ന ഒരു ഇയർ. അത് ഒറ്റ ഒരു കാലയളവിൽ നടന്നതല്ല. 1760 തൊട്ട് ഏകദേശം 10-20 കൊല്ലക്കാലം നടന്ന ഒരു കലാപമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇയർ പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനെ മെയിൻ ആൾക്കാർ ആരാണെന്നുള്ളത് എങ്ങനെയായാലും പഠിച്ചു വയ്ക്കുക. ഭവാനി പതക്കും മജ്നു ഷായും. ഓക്കെ, ഭവാനി പതക്കും മജ്നു ഷായും. ഇവർ രണ്ടുപേരുമായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവര്. ഓക്കെ അല്ലേ. അടുത്തത് നമ്മളൊരു കൃഷിക്കാരുടെ ഒരു കലാപമാണ് പറയുന്നത്. കൃഷിയിൽ നിന്ന് അവർ കലാപത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു നീലം കർഷക കലാപം 1859. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് 1773 ബംഗാൾ ആ ഒരു കുടിവെള്ള ഒരു ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് പറഞ്ഞത്. 1776 ഓൾമോസ്റ്റ്. ഓക്കെ, നമുക്കിവിടെ ചേരുംപടി ചേർക്കാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. അപ്പോൾ ഇയർ അല്ല അവർ ചോദിച്ചത്, ആ കാലഘട്ടമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 1770-80 കാലഘട്ടമാണ് സന്യാസി ഫക്കീർ കലാപം നടന്നത്. ഭവാനി പതുക്കും മജ്നു ഷായി ആയിരുന്നു മെയിൻ നേതാക്കൾ. ഇനി നീലം കർഷക കലാപമാണ് പറയുന്നത് 1859 അല്ലേ. 1859 ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കെതിരെ, ഇതിന് കാരണമായ സാഹചര്യമാണ് പറയുന്നത്. ഒന്നാമത്തത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഇൻഡിഗോ പ്ലാന്റേഴ്സിലെ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അതായത് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ.
നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് എന്ത് നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത്, ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പാതയിലേക്ക് നടന്നു നീങ്ങി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, 1859 എന്ത് നീലം കർഷക കലാപം നടക്കുന്നത്. നീലം കർഷകരുടെ ഒരു കലാപം നമുക്ക് അതല്ലാതെ നമുക്കറിയാം അല്ലേ. നമ്മുടെ ഗാന്ധിയൻ ഇറ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ 1917 ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുടെ സമരം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാരണം എന്താ, നമ്മുടെ ഭക്ഷ്യ വിളയ്ക്ക് പകരം നമ്മുടെ നെല്ല്, ഗോതമ്പ് അതൊക്കെ മാറ്റിയിട്ട് ഇവരിവിടെ പറഞ്ഞത് എന്താ, നീലം കൃഷി ചെയ്യണമെന്നാണ്. അപ്പോൾ നീലം കൃഷി ചെയ്യാൻ നേരത്ത് ഈ നീലം വിൽക്കാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് കഷ്ടപ്പാടിനനുസരിച്ചുള്ള കൂലിയൊന്നും കിട്ടിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ പൈസയും കിട്ടില്ല, നെല്ല്, ഗോതമ്പ് അതൊന്നും കൃഷി ചെയ്യാത്തതുകൊണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ വന്നു. അതിന് ശേഷം കൃത്രിമച്ചായം വന്നു. കൃത്രിമച്ചായം വരാൻ നേരത്ത് പിന്നെ നീലത്തിന്റെ ഇത് കളറല്ലേ നീലം എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിന്റെ ആവശ്യകത ഇല്ലാതായിട്ട് വന്നു അല്ലെ. കൃത്രിമച്ചായം വന്നപ്പോൾ നീലത്തിന്റെ ആവശ്യകത ഇല്ലാതായിട്ട് വന്നു. അപ്പൊ നീലം കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുടെ കാര്യം എന്തായി, ആ ഒരു പ്രദേശം ആ രീതിയിലേക്കായിട്ട് മേക്ക് ചെയ്തെടുത്തില്ലേ കുറെ വർഷങ്ങൾ കൊണ്ട്. അപ്പൊ അവർക്ക് എന്താണ്, നീലം വേണ്ടതാനും വെറുതെ കൃഷി ചെയ്യാൻ അവരുടെ ആ ഒരു പ്രദേശവും പോയി, ഭക്ഷ്യക്ഷാമം വന്നു, കാശില്ല. അപ്പൊ അവർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്, വിഷ്ണു വിശ്വാസിന്റെയും ദിഗംബർ വിശ്വാസിന്റെയും രണ്ടുപേരാണ്. വിഷ്ണു വിശ്വാസും ദിഗംബർ വിശ്വാസും ഇവരുടെ നേതൃത്വത്തിലാണ് 1859 നീലം കലാപം തുടങ്ങി വെച്ചത്. ബംഗാളിലുടനീളം ഈ കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ച് ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പിൻവാങ്ങുകയാണ് ചെയ്തത്. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായി കഴിഞ്ഞപ്പോൾ ഫാക്ടറിയൊക്കെ അടച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് ഒരു പാർഷ്യലി വിജയമായിരുന്നു നമുക്ക്. ഓക്കെ, നീലം കർഷക കലാപം എന്ന് പറഞ്ഞാൽ വിജയമായിരുന്നു. ഇനി അതിനെ സംബന്ധിച്ച് നീൽ ദർപ്പൺ എന്നുള്ളൊരു കൃതി വന്നിട്ടുണ്ട്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് 1861 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഓക്കെ, ഇൻഡിഗോ റിവോൾട്ടാണ് 1859-60. ഇതാണ് ഇതേ കാണുന്ന ഫാക്ടറി. അപ്പൊ ഇവിടെ കലാപം വന്നു, ആൾക്കാർ ഫാക്ടറി കത്തിച്ചു, അതേ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നു. ആർക്ക്, ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ ആ സമയത്തെ ഒരു നാടകമാണ് അവരുടെ ദുരിതങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു നാടകമാണ് 1860 ആരുടെ, ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1885 ബ്രിട്ടീഷുകാർക്കെതിരെ, ഇത് സന്താൽ കലാപമാണ് നമ്മൾ പറയുന്നത്. സന്താൽ കലാപം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഗോത്ര ജനതയുടെ കലാപമാണ് സന്താൽ കലാപം. വർഷം പറഞ്ഞാൽ 1855 ഗോത്രപ്രദേശങ്ങളിലും എന്താണ്, ബ്രിട്ടീഷുകാരുടെ അനീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ അവര് കലാപമായിട്ട് മുന്നോട്ട് വന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള നേതാക്കളാണ് സിദ്ധുവും കാനും. അപ്പൊ ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപമായിട്ട് വന്നു. അവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമായിട്ട് സന്താൽ കലാപം മാറി. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സന്യാസി കലാപം 1776. ഓക്കെ, 70-80 കാലഘട്ടം, 76 സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞത് 1859 നീലം കർഷക കലാപം അല്ലെ. ആരൊക്കെയാണ്, ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ഭവാനി പതക്കും മജ്നുഷായാണ് സന്യാസി കലാപത്തിലുള്ളത്. ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസമാണ് നീലം കർഷക കലാപത്തിലുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചു സിദ്ധു കാനും 1885 അല്ലെ. സന്താൽ കലാപം 1855. ഇനി നമ്മൾ പറയുന്നത് 1899 നടന്ന ഉൽഗുലാൻ കലാപമാണ്. 1899 ഉൽഗുലാൻ കലാപം, ഗ്രേറ്റ് റിവോൾട്ട്. ഓക്കെ, സന്താൽ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ നടന്ന ഗോത്ര കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നും പൊതുവെ അറിയപ്പെടുന്നു. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഇത്. ഓർത്തിരിക്കണേ, ഉൽഗുലാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനമേഖലയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് അഥവാ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഉൽഗുലാൻ കലാപം, ഉൽഗുലാന്റെ മീനിങ് ആണ് വലിയ കോലാഹലം അല്ലെ, അല്ലെങ്കിൽ വലിയ ഇളക്കം, വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം അല്ലെ, കോലാഹലം ഓർ വലിയ ഇളക്കം. മുണ്ട രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യം സ്ഥാപിക്കുക. ആരാ നേതൃത്വം കൊടുത്തത്, നേതൃത്വം നൽകിയത്, ബിർസ മുണ്ട അല്ലെ. ബിർസ മുണ്ട ഏത് പ്രദേശം ഇപ്പോ, ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗം, ജാർഖണ്ഡാണ് പ്രദേശം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ, കാരണം എന്തായിരുന്നു,
കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും കാരണമായിരുന്നു. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം ഇതിനുള്ള ഒരു കാരണമായിരുന്നു. ഓക്കെ, 1899 നമ്മൾ പറഞ്ഞു, ഇയർ പറഞ്ഞു. മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പലയിടത്തും ഏറ്റുമുട്ടലുണ്ടായി. റാഞ്ചി, ജാർഖണ്ഡ് അല്ലേ, നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗങ്ങൾ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ട് അടിച്ചമർത്തി. പക്ഷേ ബിർസ മുണ്ടയ്ക്ക് പ്രസക്തിയുണ്ട്, നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പോരാടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 നമ്മളെന്ത് ഗൗരവ് ദിവസ്, ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ഏത് വർഷം തൊട്ട്? 2021 തൊട്ട്. ഓക്കെ, എന്താ പറഞ്ഞത്? ബിർസ മുണ്ട അല്ലെ, ഉൽഗുലാൻ കലാപവുമായിട്ട് അല്ലെങ്കിൽ മുണ്ട കലാപവുമായി ബന്ധപ്പെട്ട മെയിൻ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു സ്മരണാർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമതി എന്നുള്ള രീതിയിൽ എന്താണ് 2021 തൊട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം എന്നുള്ള രീതിയിൽ നമ്മൾ ആചരിക്കാൻ തുടങ്ങി. പിന്നെ അതുകൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആരാണ്? ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹ്ല ഗാന്ധി. ഓക്കെ, ഓർത്തിരിക്കണേ, ഗാന്ധി സെ പഹലെ ഗാന്ധി ആരുടെയാണ്? ഇക്ബാൽ ദുറാനിയുടെയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. പിന്നെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ആരാണ്? മഹാശ്വേത ദേവി. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മഹാശ്വേത ദേവി രചിച്ചത്. അപ്പൊ ബിർസ മുണ്ടയെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നവംബർ 15 2021 തൊട്ട് ഗോത്രാഭിമാന ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് അല്ലേ. പിന്നെ എന്താ? ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിച്ചിട്ടുള്ള ഏക ഗോത്രജന നേതാവാണ് ബിർസ മുണ്ട. ഉൽഗുലാൻ കലാപം ഏത് വർഷം? 1899. അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ നേതാവല്ലേ ബിർസ മുണ്ട. പിന്നെ ബിർസ മുണ്ടയെ കഥാപാത്രമാക്കിയിട്ട് ആരണ്യർ അധികാർ എന്നുള്ള ഒരു കൃതി രചിച്ചത് ആരാണ്? മഹാശ്വേത ദേവിയാണ്. അദ്ദേഹത്തെ കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. അപ്പൊ രണ്ട് കൃതികളാണ് പറഞ്ഞത്. ഇക്ബാൽ ദുരാനിയുടെ ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയാണ് മെയിൻ കഥാപാത്രം. ആരണ്യർ അധികാർ, ബിർസ മുണ്ടയാണ് മെയിൻ കഥാപാത്രം. ആരെഴുതി? മഹാശ്വേത ദേവി എഴുതി. ഓക്കെ, ഇനി വെല്ലൂർ കലാപം നമുക്ക് നോക്കാം. വെല്ലൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലെ. ബ്രിട്ടീഷ് സൈന്യത്തിലും ഇന്ത്യക്കാരുണ്ടായിരുന്നു, അവരാണ് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ഏതു വർഷം? 1706 നടന്ന ഈ കലാപത്തിൽ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വെല്ലൂർ കലാപം ഒരു പ്രചോദനം തന്നെയായിരുന്നു. വെല്ലൂർ കലാപം ഓർത്തിരിക്കണം, തമിഴ്നാട്ടിലാണ്. 1806 ഓക്കെ, ഇത് ആരെ തമ്മിലാ? ബ്രിട്ടീഷ് സൈന്യം തമ്മിൽ തന്നെയാണ്. ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് സൈന്യം അവർക്കെതിരെ നടത്തിയ കലാപം. ഇനി പോളിഗർ കലാപം എന്ന് പറഞ്ഞ കലാപം നടന്നിട്ടുണ്ട്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗർ പാളയം അഥവാ സൈനിക താവളം എന്നറിയപ്പെടുന്ന പാളയക്കാർ എന്നുള്ള തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്നുള്ള പേര് വന്നത്. ഓക്കെ, പോളിഗർ എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ സൈനിക താവളം അല്ലെങ്കിൽ പാളയം. ഓക്കെ, സൈനിക താവളം അല്ലെങ്കിൽ പാളയം, ഇതൊക്കെയാണ് എന്ത്? പോളിഗർ എന്നുള്ള തമിഴ് പദം. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. ഇതിന്റെ മെയിൻ നേതാക്കളാണ് തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അദ്ദേഹം എവിടെയായിരുന്നു? തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളിഗറായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരൻ. ഇവർ രണ്ടുപേരായിരുന്നു ഈ പോളിഗർ കലാപത്തിലെ മെയിൻ നേതാക്കൾ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരായിരുന്നു പോളിഗർ കലാപത്തിലെ മെയിൻ നേതാക്കൾ. പോളിഗർ എന്ന് പറഞ്ഞാൽ പാളയം. ഉൽഗുലാന്റെ അർത്ഥം എന്താ? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കാണ് എന്താ? ഉൽഗുലാൻ. 1899. ഇനി പോളിഗറിന്റെ അർത്ഥമാണ് എന്താ? പാളയം അഥവാ സൈനിക താവളം. ആരൊക്കെയായിരുന്നു നേതാക്കള്? പോളിഗർ ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. എവിടെയാണ്? പാഞ്ചാലം കുറിച്ചി. ശിവഗംഗയിലെ പോളിഗറായിരുന്നു മരുത് പാണ്ഡ്യ സഹോദരൻ. ഇവർ രണ്ടുപേരും ഒരിടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. ഓക്കെ, നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗറായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും
പോരാടി മരിക്കുകയാണ് ഉണ്ടായത്. പോരാടി മരിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്നാ നടന്നത്? 1721 ഏപ്രിൽ 15 അല്ലേ? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപം പറയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ആ ഉമയമ്മ റാണി എന്നുള്ള ആളുടെ ഒരു ടൈം ലൈൻ പറയണം. 1690 ഉമയമ്മ റാണി അവർക്ക് കോട്ട കെട്ടാൻ വേണ്ടി, ആർക്ക്? ആ ബ്രിട്ടീഷുകാർക്ക് കോട്ട കെട്ടാൻ വേണ്ടി അനുമതി കൊടുത്തു അല്ലെ? അവരുമായിട്ട് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. കുരുമുളകിന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയൊക്കെ ട്രേഡിങ് ബ്രിട്ടീഷുകാരും ഉമയമ്മ റാണിയായിട്ടുണ്ടായിരുന്നു. 1690 അവർക്കൊരു കോട്ട കെട്ടാൻ വേണ്ടി അനുമതി കൊടുത്തു. 1695 ആകുമ്പോഴേക്കും കോട്ടയുടെ പണി പൂർത്തിയാക്കും. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1697 അഞ്ചുതെങ്ങ് കലാപം അല്ലേ? 1697 അഞ്ചുതെങ്ങ് കലാപം ഇതുപോലെ തന്നെ അരങ്ങേറും ഉമയമ്മ റാണിക്കെതിരെയായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ആയിട്ട്. പക്ഷെ അതൊരു സംഘടിത കലാപമായിരുന്നില്ല. ആദ്യമായിട്ട് നടന്നൊരു കലാപം എന്നുള്ള രീതിയിൽ 1697 അഞ്ചുതെങ്ങ് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആദ്യമായിട്ട് നടന്ന ഒരു സംഘടിത കലാപം എന്ന് പറയുന്നത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ പിള്ളമാര്, ഭൂവുടമമാര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ട്രേഡിങ്, അതിനുശേഷം ഓരോ പാരിതോഷികവും ഓരോ ഉപഹാരമൊക്കെ ഓരോ വർഷവും ബ്രിട്ടീഷുകാർ ഈ ഉമയമ്മ റാണിക്ക് കൊടുക്കാറുണ്ട്, ഉമയമ്മ റാണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ 1721 ഏപ്രിൽ 15 ആ കാലഘട്ടത്തിലും ഉമയമ്മ റാണിയുടെ അടുത്തേക്ക് ബ്രിട്ടീഷുകാർ വരും, ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, ഏകദേശം 140 സൈന്യത്തോടൊപ്പം വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു വിവരമൊക്കെ ആറ്റിങ്ങൽ റാണിക്ക് ലഭിക്കും, ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിവരമൊക്കെ ലഭിക്കും. പക്ഷെ അതൊന്നും ബ്രിട്ടീഷുകാർ ചെവിക്കൊള്ളില്ല, അവർ വരും. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ പറഞ്ഞു പിള്ളമാര്, ഭൂവുടമകാരൊക്കെ ഇല്ലേ, അവരെല്ലാവരുടെയും നേതൃത്വത്തിൽ ഇവരെ ആക്രമിക്കും. ഇങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തും. ഓക്കെ, പരമാവധി പേരും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഓൾമോസ്റ്റ് 140 പേര് മരണപ്പെട്ടു. അപ്പം അതാണ് ആറ്റിങ്ങൽ കലാപം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. സംഘടിതമായിട്ടാണ് ആക്രമിച്ചത്. ഓക്കെ, സംഘടിത കലാപം. അപ്പോൾ ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഇവിടെ തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയൊക്കെ വരും. അങ്ങനെ ആണ് നമ്മുടെ തിരുവിതാംകൂർ റൂളേഴ്സ് കടന്നു വരുന്നത്. അതുകൂടാതെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും ആ തിരുവിതാംകൂർ രാജഭരണത്തിന്റെ സമയത്ത് തന്നെ വലുതാവുകയാണ് ഉണ്ടായിരുന്നത് അല്ലെ? തിരുവിതാംകൂർ രാജഭരണത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും വളരെയാണ് ഉണ്ടായിരുന്നത് അല്ലെ? ഇനി നോക്കാം, ഒരു സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. കിട്ടൂർ ചിന്നമ്മയാണ് ഈ സ്ത്രീ നേതാവ്. കിട്ടൂർ ചിന്നമ്മ. ഇതിലെ കഥ നോക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. ഓക്കെ, മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയത്തോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചിന്നമ്മയ്ക്ക് ഒരാൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ സമ്മതിച്ചില്ല. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ ചിന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 തടവിൽ കഴിയവേ കിട്ടൂർ റാണി ചിന്നമ്മ മരണപ്പെട്ടു. അപ്പോൾ നോക്കി, കിട്ടൂർ റാണി ചിന്നമ്മ എന്ന് പറഞ്ഞാൽ ഒരു ശിവലിംഗ രുദ്രദേശായി എന്നുള്ള ഭരണാധികാരിയുടെ വൈഫായിരുന്നു. അവർക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ആൺമക്കൾക്കാണ് പിന്തുടർച്ച കൊടുത്തുകൊണ്ടിരുന്നത് ഭരിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ ആൺമക്കളില്ല എങ്കിൽ ദത്തെടുക്കാറുണ്ട്. പക്ഷേ 1848 ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഡൽഹൌസി അത് നിർത്തലാക്കി. പക്ഷെ അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷിന് ഒരു നയം ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അല്ലേ? ബ്രിട്ടീഷുകാരെ സമ്മതിച്ചില്ല കിട്ടൂർ റാണി ചിന്നമ്മയെ ആൺകുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടി. കാരണം ആൺകുട്ടീനെ ദത്തെടുത്തില്ലെങ്കിൽ അവർക്കൊരു പിന്തുടർച്ച അവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ കിട്ടൂർ എന്നുള്ള പ്രദേശം ഓട്ടോമാറ്റിക്കായിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ പ്രദേശം പോവും എന്നുള്ളത് കാണാൻ നേരത്ത് അത്രയും നാൾ ശ്രദ്ധിക്കാണ്ടിരുന്ന, അല്ലെങ്കിൽ അത്രയും നാള് നല്ല രീതിയിൽ ബ്രിട്ടീഷ് നയങ്ങളെ ഒന്നും എതിർക്കാതിരുന്ന പല ഭരണാധികാരികളും സ്വന്തം പ്രദേശം പോകും അല്ലെങ്കിൽ സ്വന്തം ഭരണം പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എതിരെ തിരിയും. നമ്മുടെ പഴശ്ശി കലാപം ആയിക്കോട്ടെ, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ അത് തന്നെ നമ്മുടെ 1857 വിപ്ലവമൊക്കെ ആയാലും ഇതാണ് കാരണം. ആ സമയത്ത് ബജിറാവുവിൻ്റെ ദത്തുപുത്രനായിരുന്ന
അല്ലെ നാനാ സാഹിബ്, അവരൊക്കെയാണ് തുടങ്ങിയത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് റീസണിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അവരവരുടെ നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ഭരണം നഷ്ടപ്പെടുന്നു കാണുമ്പോഴാണ് അവർ സംഘടിച്ചത് അല്ലേ. അങ്ങനെയാണ് എന്ത് ഓരോ മെയിനായിട്ടുള്ള രാജാക്കന്മാർ ഒക്കെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ. പക്ഷെ സാധാരണക്കാരായ കർഷകർ, തൊഴിലാളികൾ, ഇവരൊക്കെ എന്താണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിലൊക്കെ വന്നത് അല്ലേ. ബാക്കിയുള്ള ഈ കിട്ടൂർ റാണി ചിന്നമ്മ, അതുപോലെ പഴശ്ശിരാജ, ഇവരൊക്കെ എന്താണ് സ്വന്തം അധികാരം നഷ്ടപ്പെടാൻ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് വിപ്ലവത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് നോക്കാം. 1848 ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് 1798 സൈനിക സഹായ വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. റിച്ചാർഡ് വെല്ലസ്ലി നടപ്പിലാക്കുന്നുണ്ട് സൈനിക സഹായ വ്യവസ്ഥ. റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ. സൈനിക സഹായ വ്യവസ്ഥ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ സബ്സിഡറി അലയൻസ് പോളിസിയിൽ ഓരോ നാട്ടുരാജ്യവും ഒപ്പുവെക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ക്ലാഷ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഒരു നാട്ടുരാജ്യത്തെ മറ്റൊരു നാട്ടുരാജ്യം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും അതൊരു പോസിബിലിറ്റിയാണ്, ആക്രമിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, എങ്കിലും സാധ്യതയുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയും നിങ്ങളെ മറ്റൊരു നാട്ടുരാജ്യം ആക്രമിക്കില്ല, ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം, പകരം ഞങ്ങളുടെ സൈന്യത്തിനെ നിങ്ങൾ നിലനിർത്തണം, ഞങ്ങളുടെ സൈന്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും സൗകര്യങ്ങളും എല്ലാം നിങ്ങൾ ഒരുക്കണം. അതാണ് ഇനിഷ്യൽ സ്റ്റെപ്പ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടുരാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ ചിന്തിക്കും, ഇത് നമുക്കൊരു സഹായമാണല്ലോ അല്ലേ, നമ്മളുടെ സേനയില്ലാതെ തന്നെ നമ്മളെ ഇവർ പുറത്തുനിന്ന് വന്നവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നാട്ടുരാജ്യങ്ങളിലുള്ളവർ കരുതിയിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം അതല്ലായിരുന്നു. അവരുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യം സൗഹൃദം സ്ഥാപിക്കും, അങ്ങനെ നൈസായിട്ട് സൈന്യത്തിനെ അവരുടെ ഒരു പ്രദേശത്ത് കൊണ്ടുവരും. അതിന് ശേഷം ചെയ്യും, ഞങ്ങളുടെ ഒരു പ്രതിനിധി വേണമെന്ന് പറയും. അതിന് ശേഷം ഈ നാട്ടുരാജ്യത്തിൻ്റെ രാജാവിനെ നൈസായിട്ട് മാറ്റിയിട്ട് അവരവിടെ ആധിപത്യം ഉറപ്പിക്കും. അതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ അവർ പറഞ്ഞത്, നാട്ടുരാജാവ് സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കാൻ അനുമതി കൊടുക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല, അവരുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ഓക്കെ. കൂടാതെ സഖ്യരാജാവ് തന്റെ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ അവരുടെ ഒരു പ്രതിനിധിയെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇങ്ങനെയുള്ള വ്യവസ്ഥ വച്ചു വരും. ഓക്കെ. അതാണ് സൈനിക സഹായ വ്യവസ്ഥ 1798. അപ്പോൾ 1798 റിച്ചാർഡ് വെല്ലസ്ലി കൊണ്ടുവന്ന ഈ സൈനിക സഹായ വ്യവസ്ഥ ഓർത്തിരിക്കണം. ഈ ഓരോ പോയിന്റും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതിൽ നിന്ന് നമുക്കൊരു കോമൺ സെൻസോടുള്ള ഒരു രീതിയിൽ അത് ചിന്തിച്ചെടുക്കാം. ഈ സൈനിക സഹായ വ്യവസ്ഥ എന്തിനു വേണ്ടിയാണ് അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു. അപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യത്തിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. ഒരു പ്രതിനിധി വേണം, ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും, താമസ സൗകര്യം, ഭക്ഷണം, എല്ലാം, ശമ്പളം, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുക്കുകയും ചെയ്യും. ഇനിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളിവിടെ അരങ്ങേറുന്നത് എന്ന 1857 മെയ് 10 മീററ്റിൽ, 1857 മെയ് 10 മീററ്റ്. ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശാണ്. ലക്ഷണം അല്ലെങ്കിൽ ചിഹ്നമാണ്, ലക്ഷണമല്ല ചിഹ്നം, താമരയും ചപ്പാത്തിയാണ്. ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. അദ്ദേഹത്തെ തൂക്കിലേറ്റിയതാണ് 1857 ഏപ്രിൽ 8. ഓക്കെ. 1857 ഏപ്രിൽ 8. വിപ്ലവ സമയത്തെ ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാഴ്മേഴ്സൺ പ്രഭു. വിപ്ലവത്തിന്റെ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് ഡൽഹി. നേതൃത്വം നൽകിയ മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ. ഇത്രയും കാര്യങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പഠിക്കണം. ആരംഭിച്ച തീയതി 1857 മെയ് 10. എവിടെ തുടങ്ങി? ഉത്തർപ്രദേശിലെ മീററ്റിൽ തുടങ്ങി. താമരയും ചപ്പാത്തിയായിരുന്നു ചിഹ്നം. മംഗൾ പാണ്ഡെയാണ് രക്തസാക്ഷി ആദ്യത്തെ. 1857 ഏപ്രിൽ 8 അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത്. കാനിങ് പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ. പാഴ്മേഴ്സൺ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കേന്ദ്രം ഡൽഹിയായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു നേതൃത്വം നൽകിയ
മുഗൾ രാജാവ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1848 വന്ന ദത്താവകാശ നിരോധന നിയമമാണ്. പല നാട്ടുരാജ്യങ്ങളുടെയും റൂൾ ചെയ്യാൻ വേണ്ടി ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൺകുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സമ്മതിച്ചില്ല. അപ്പോൾ അതൊരു കാരണം അല്ലേ, തുടർച്ചക്കാരുണ്ടാവില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ സൈന്യത്തിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്ന ഒരു ഗവർണർ ജനറൽ കുറച്ച് സൈനിക പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ ബുള്ളറ്റ് അത് കടിച്ചു വലിച്ചാണ് ഊരേണ്ടിയിരുന്നത്. അപ്പോൾ അതിനകത്ത് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും കൊഴുപ്പ് ചേർത്ത ഗ്രീസാണ് പുരട്ടിയതെന്ന് പറയും. ഓക്കെ, അതിനകത്ത് ഒരു ഗ്രീസ് പുരട്ടിയിട്ടുണ്ട്, കടിച്ചാണ് നമുക്ക് തുറക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും നെയ്യ് പുരട്ടിയ ഒരു ഗ്രീസാണ് പുരട്ടിയതെന്ന് പറയും. അപ്പം അങ്ങനെ വരാൻ നേരത്തെ അത് നമ്മുടെ മതവികാരത്തെ വ്രണപ്പെടും അല്ലേ. മതപരമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അല്ലേ. പന്നി എന്നുള്ള രീതിയിൽ മുസ്ലിംസും അതുപോലെ പശു എന്നുള്ള രീതിയിൽ ഹിന്ദുക്കളും അതിനെതിരെ തിരിഞ്ഞു. സൈന്യത്തിലെ തന്നെ ആ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിനെതിരെ തിരിഞ്ഞു. അപ്പം അത് ഒരു കാരണമാണ്. അങ്ങനെയാണെങ്കിൽ മംഗൾ പാണ്ഡെക്ക് ആദ്യമായിട്ട് അതിനെതിരെ ശബ്ദിച്ച് ഒരു അവരുടെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു മംഗൾ പാണ്ഡെ. അപ്പോൾ ആക്രമിക്കാൻ നേരത്തെ എന്ത് ചെയ്തു, അവരെ പിടിച്ചു തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. അപ്പം അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായി. പക്ഷെ അതുകൊണ്ട് തീർന്നു ഇല്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു അല്ലെ. അതിന് ശേഷം 1857 മെയ് 10 നമ്മൾ എന്ത് ചെയ്തു, വൻ സമരമാർഗമായിട്ട് മുന്നോട്ട് വന്നു. അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിലേക്ക് കലാശിച്ചത്. അപ്പോൾ അതൊക്കെയായിരുന്നു അതിന് പിന്നിൽ നടന്ന കാരണം. അപ്പോൾ പല കലാപ സ്ഥലങ്ങളും ആ സമയത്ത് അരങ്ങേറി. അതിൽ മെയിൻ ഡൽഹിയായിരുന്നു. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ആളും ജനറൽ ഫക്ത് ഖാനുമായിരുന്നു. ഇത് പഠിച്ചിരിക്കണേ, ജനറൽ ഫക്ത് ഖാൻ. ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം മ്യാൻമർ, റങ്കൂൺ എന്ന് പറഞ്ഞാൽ മ്യാൻമർ ആണ്, മ്യാൻമറിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തി. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക തലവനാണ് ജനറൽ ഫക്ത് ഖാൻ. ഇനി ഝാൻസിയിലാണെങ്കിൽ നമുക്കറിയാം റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിലെ ഭരണാധികാരി. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. മറാത്ത ഭരണാധികാരിയാണ് നാനാ സാഹിബിന്റെ സൈനിക തലവൻ. ഗറില്ല യുദ്ധമുറകളൊക്കെ ഉണ്ടായിരുന്നതാണ് താന്തിയ തോപ്പി. ലക്നൗ ആണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ അവധിയിലെ ഭരണാധികാരിയാണ്. ബീഹാറിലെ ആരെയാണെങ്കിൽ കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാലും ഓർത്തിരിക്കുക. ഡൽഹിയിലെ ബഹദൂർ ഷാ സഫർ അല്ലെ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഫക്ത് ഖാൻ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആരെയാണെങ്കിൽ കൻവർ സിംഗ്. ഇനി 1857 കലാപം നമ്മൾ തോറ്റുപോകാൻ കാരണം ഉണ്ടായിരുന്നു അല്ലേ, ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. എന്താ കാരണം? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി അല്ലേ, ദക്ഷിണേന്ത്യയിലേക്ക് കാര്യമായ രീതിയിൽ വ്യാപിച്ചില്ല. കലാപത്തിന് ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല അല്ലെ. പല ഭാഗങ്ങളിലായിട്ട് പല ആൾക്കാരും ഓരോ പ്രദേശത്തും യുദ്ധം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല, ഒരു യൂണിറ്റി വേണം അല്ലെ. കലാപകാരികൾക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തിൽ അനുകൂലിച്ചില്ല. ഈ പോയിന്റ് നോട്ട് ചെയ്യണം. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാം. 1857 കലാപത്തിന്റെ ചില പരിമിതികളിൽ ഉൾപ്പെടുന്നവ ഏതാ അല്ലെങ്കിൽ ഉൾപ്പെടാത്തവ ഏതാ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പോയിന്റ് ഓർത്തിരിക്കണം. കാരണം എന്താ, ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു കലാപം ഉണ്ടായിരുന്നത്, സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. പിന്നെ എക്യുപ്മെന്റ്സും സാധന സാമഗ്രികളൊക്കെ അവർക്കായിരുന്നു കൂടുതൽ. പിന്നെയുള്ള പോയിന്റാണ് നോക്കി വെക്കേണ്ടത്. ആദ്യത്തെ 3 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. മധ്യവർഗം പൊതുവെ കലാപത്തിൽ അനുകൂലിച്ചില്ല. ഓക്കെ, മധ്യവർഗം ഓക്കെ. അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ ഓപ്ഷൻ്റെ ചിലപ്പോൾ സ്ത്രീകൾ, കർഷകർ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമ്മൾ ആ കീവേഡ് ഓർത്തിരിക്കുക, മധ്യവർഗമാണ് ഇത് അനുകൂലിക്കാണ്ടിരുന്നത്. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗവും പിന്നെന്താ ഇതിൽ നിന്ന് വിട്ടുനിന്നു. നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികളും വിട്ടുനിന്നു. വിപ്ലവത്തെ അടിച്ചമർത്തിയത് ഡൽഹിയാണ് പ്രധാന കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടിച്ചമർത്തിയ ആൾക്കാരാണ് ജോൺ നിക്കോൾസണും ഹഡ്സണും. കാൺപൂർ ലക്നൌവിലാണെങ്കിൽ കോളിംഗ് ക്യാമ്പലാണ് കാൺപൂർ ലക്നൌവിലൊക്കെ അടിച്ചമർത്തിയത്. കാൺപൂരാണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പി. ലക്നൌ ആണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ അല്ലെ, ഇവരൊക്കെ. ഝാൻസി ആണെങ്കിൽ ഝാൻസി റാണിയെ വധിച്ചത് അല്ലെങ്കിൽ അടിച്ചമർത്തിയത് ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ്. ഡൽഹി ആണെങ്കിൽ ജോൺ നിക്കോൾസണും ഹഡ്സണും. കാൺപൂർ ലക്നൌ ആണെങ്കിൽ കോളിംഗ് ക്യാമ്പൽ. ഹ്യൂഗ്രോസ് ആണ് ഝാൻസിയിൽ. ഇനി വിപ്ലവത്തിന്റെ ഫലമാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഓക്കെ, അപ്പോൾ അത്രയും നാളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മുടെ ഇവിടെ റൂൾ ചെയ്തതെങ്കിൽ പിന്നെന്താണ്
നമ്മുടെ ഇവിടെ വിക്ടോറിയ രാജ്ഞി പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്ടർ റൂൾ ചെയ്യാൻ തുടങ്ങി. ഇതിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറി വൈസ്രോയി എന്നുള്ള പദവി വന്നു. അങ്ങനെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് വന്നു? കാനിങ് പ്രഭു വന്നു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് ആര്? കാനിങ്. ഓക്കെ, ഇനി 1857 കലാപവും സിനിമയും സാഹിത്യവും. മോഹൻ സിൻഹയുടെ 1857. ഓക്കെ, മോഹൻ സിൻഹയുടെ 1857. കേതൻ മെഹ്തയുടെ പാണ്ഡെ ദ റൈസിംഗ്. ഓക്കെ, പാണ്ഡെ ദ റൈസിംഗ്. ഓക്കെ, പാണ്ഡെ ദ റൈസിംഗ്. പിന്നെ ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഓക്കെ, മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. കൃഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. കേതൻ മേത്തയുടെ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഓക്കെ, മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മോഹൻ സിംഗയുടെ 1857. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും എന്നുള്ള മെയിനായിട്ടുള്ള ചലച്ചിത്രങ്ങൾ. മോഹൻ സിംഗയുടെ 1857, കേതൻ മേത്തയുടെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, കൃഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഇതായിരുന്നു 3 ചലച്ചിത്രങ്ങൾ. ഓക്കെ, മറന്നു വരട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കേതൻ മേത്തയുടെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, കൃഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ആരണ്യർ അധികാർ ആരുടെയാ? മഹാശ്വേത ദേവിയുടെയാണ് അല്ലേ? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനിയുടെയാണ്. ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി നമ്മൾ ആദ്യം പറഞ്ഞതാ. ആ വ്യക്തി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി. ഇതൊക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബേസ് ചെയ്തിട്ടുള്ള നോവലുകളാണ്. ഓക്കെ, സിനിമകൾ നമ്മൾ പറഞ്ഞു 3. മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്തയുടെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, കൃഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഈ 3 സിനിമകൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം 2 നോവലുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നമ്മുടെ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, പിന്നെ അമൃതം തേടി ആരുടെ? മലയാറ്റൂർ രാമകൃഷ്ണന്റെ. ഇത് 2 പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത്. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് വരും. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് അവരുടെ കടന്നുവരവ്, അതിനുശേഷം അവര് കച്ചവടത്തിനായിട്ടാണ് കടന്നു വന്നത് പോർച്ചുഗീസുകാർ. ശേഷം ഡച്ചുകാർ വന്നു, അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു, അതിനിടയിലായിട്ടാണ് ഇംഗ്ലീഷുകാർ വന്നത്. പക്ഷെ ഇംഗ്ലീഷുകാർ കച്ചവടത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നില്ല. അവര് അധികാരത്തിലേക്ക് വന്നു തുടങ്ങി അല്ലേ? പിന്നെ അവരുടെ അധികാരമാണ് നമ്മൾ പറഞ്ഞത്, അവരുടെ അധികാരം. പക്ഷെ അവരുടെ അധികാരം മാത്രമല്ലല്ലോ, നമ്മുടെ ഇവിടെ പല പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു അല്ലേ? ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടു. അതിന് ശേഷമുള്ള ആഫ്റ്റർ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവൈദികനായിട്ടുള്ള ഇദ്ദേഹം ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലേ? ദാദാഭായ് നവറോജി. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ആര്? ദാദാഭായ് നവറോജി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള തന്റെ നിരീക്ഷണം ചോർത്താ സിദ്ധാന്തം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ചോർച്ച അല്ലെ? ചോർത്തിക്കൊണ്ട് പോവുകയാണ് സമ്പത്ത്. ആര്? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിച്ചു. ഇനി നമ്മുടെ ദേശീയ പ്രസ്ഥാനം കടന്നു വരുന്നതിന് കുറെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സാമ്പത്തിക നയം. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയം, ദേശീയ പ്രസ്ഥാനവും ദേശീയത കടന്നു വരുന്നതിനുള്ള കാരണങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, സാമ്പത്തിക നയം. സാമ്പത്തിക നയം എന്ന് പറയുന്ന നേരത്തെ കൃഷിക്കാർക്ക് നികുതി അടയ്ക്കാൻ
പണമായിട്ട് തന്നെ നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കർഷകരെ അത് ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ അവര് തിരിഞ്ഞു. പിന്നെന്താ, ഭൂവുടമകളെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അങ്ങനെയുള്ള രീതിയിൽ ചൂഷണം ചെയ്തു. പിന്നെ എന്താ, സൈനിക സഹായ വ്യവസ്ഥ അത് പ്രകാരം നാട്ടുരാജ്യങ്ങളെ ചൂഷണം ചെയ്തു. ഇതൊക്കെ എന്താണ്, സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണങ്ങളാണ്. അപ്പോൾ സാമ്പത്തിക നയം ഇങ്ങനെ പല രീതിയിൽ പല വിഭാഗങ്ങളെ ചൂഷണം ചെയ്യാൻ നേരത്ത് അത് ദേശീയത കടന്നു വരാനുള്ള ഒരു കാരണമായി. പിന്നെ രണ്ടാമത്, അവർക്ക് ഗുണത്തിന് വേണ്ടി അവർ ചിന്തിച്ചതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശയങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പ്രചരിപ്പിക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് എന്നുള്ള ഒറ്റ ഭാഷ വന്നു കഴിഞ്ഞാൽ അവരുടെ ആശയങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ പറ്റും എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ പാശ്ചാത്യ വിദ്യാഭ്യാസം നമുക്ക് ഗുണം ചെയ്തു. നമുക്ക് വിദ്യാഭ്യാസം കിട്ടാൻ നേരത്ത് നമ്മുടെ ഐഡിയോളജി മാറി, നമ്മുടെ തിങ്കിങ് ലെവൽ മാറി, നമ്മളുടെ കാഴ്ചപ്പാട് മാറി, നമ്മളുടെ ഐക്യം കൂടി. അതൊക്കെ എന്താ, ദേശീയത കടന്നു വരാൻ കാരണമായി. പിന്നെ സാഹിത്യങ്ങളും പത്രങ്ങളും അല്ലേ, ഡിജിറ്റൽ മീഡിയ ഒന്നില്ല, പകരം സാഹിത്യവും പത്രങ്ങളും വഴിയൊക്കെ എന്താ ആശയങ്ങൾ കൺവേ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ ഭാഷയും ആണ് നമ്മൾ പറയുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോറും. അറിയാലോ, ബംഗാളിയാണ് രണ്ടുപേരും അല്ലേ. ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗീതം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞാൽ. പിന്നെ ലക്ഷ്മിനാഥ് ബസ് ബറുവ അസാമിയാണ്, അത് ഓർത്തിരിക്കണം. ലക്ഷ്മിനാഥ് ബസ് ബറുവ ഏത് ഭാഷ? ആസാമി ഭാഷ. ഏത് ഭാഷ? ആസാമി ഭാഷ. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി ഭാഷയാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ആണെങ്കിൽ മറാത്തി ഭാഷ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ ഏത് ഭാഷ? ബംഗാളി ഭാഷ. ലക്ഷ്മിനാഥ് ബസ് ബറുവ ഏതാണ്? അസാമി ഭാഷ. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഏത് ഭാഷ? മറാത്തി ഭാഷ. കഴിഞ്ഞില്ല, സുബ്രഹ്മണ്യ ഭാരതി, പേരിൽ നിന്ന് തന്നെ കിട്ടും. സുബ്രഹ്മണ്യ ഭാരതി ഏതാ? തമിഴ്. ഭാരതേന്ദു ഹരിചന്ദ്ര, അതുപോലെ തന്നെ പ്രേംചന്ദ്. ഭാരതേന്ദു ഹരിചന്ദ്രനും പ്രേംചന്ദൊക്കെ ഹിന്ദിയാണെ ഹിന്ദി. അൽതാഫ് ഹുസൈൻ ഹാരി ഉറുദു ആണ്. അൽതാഫ് ഹുസൈൻ ഹാരി ഏതാണ്? ഉറുദു ആണ്. അൽതാഫ് ഹുസൈൻ ഹാരി ഉറുദു. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. അറിയാലോ അല്ലേ. ഇനി അമൃത് ബസാർ പത്രിക, സാഹിത്യകാരന്മാരെ നമ്മൾ പറഞ്ഞു. ഇനി പത്രങ്ങൾ. അമൃത് ബസാർ പത്രിക അതിന്റെ ആൾക്കാരാണ് എന്ത്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഓക്കെ, ശിശിർ കുമാർ ഘോഷ്, ക്ലിയർ അല്ലേ? മോത്തിലാൽ ഘോഷ്, ഇവരാണ് ഇതിന്റെ സംഘാടകര്. ഓക്കെ, മോത്തിലാൽ ഘോഷ്, ഇവർ രണ്ടുപേരാണ്. ഏത് ഭാഷ? ബംഗാളി ഭാഷയാണ്. ഓക്കെ, ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത് ബസാർ പത്രിക എന്നുള്ള പത്രം സ്ഥാപിച്ചത്. ഭാഷ ബംഗാളിയാണ്. ഓക്കെ, ദ ഹിന്ദു സ്ഥാപിച്ചതാണെങ്കിൽ ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഓക്കെ, ജി സുബ്രഹ്മണ്യ അയ്യരാണ് ദ ഹിന്ദു. ഏത് ഭാഷ? ഇംഗ്ലീഷ് ഭാഷ. ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷ് ഭാഷയാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് ബംഗാളി ഭാഷ. ദ ഹിന്ദു ആണെങ്കിൽ ജി സുബ്രഹ്മണ്യ അയ്യരാണ്, ഇംഗ്ലീഷ് ഭാഷയാണ്. മറന്നു പോകരുത്, ദ ഹിന്ദു അല്ലേ, ഇംഗ്ലീഷ് അല്ലേ. ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് അല്ലേ. മാതൃഭൂമി ആണെങ്കിൽ കെ പി കേശവമേനോനാണ് അല്ലേ. മലയാളമാണ്, നമുക്കറിയാം. അല്ലമീൻ പേരൊക്കെ നേരത്തെ ചിലപ്പോൾ മാറിപ്പോകാം, പക്ഷെ അലമീനും എന്ത് തന്നെയാണ്? മലയാളം തന്നെയാണ്. ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അല്ലേ, കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് എന്ത്? അല്ലമീനിന്റെ പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പറഞ്ഞു? അമൃത് ബസാർ പത്രിക പറഞ്ഞു. ആരാ? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് ബംഗാളിയാണ്. ദ ഹിന്ദു പറഞ്ഞു ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്, ഇംഗ്ലീഷാണ് അല്ലേ. ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. മാതൃഭൂമി ഇതിന്റെ ആളെ പറഞ്ഞിട്ടില്ല കേട്ടോ. മാതൃഭൂമി ആണെങ്കിൽ കെ പി കേശവമേനോൻ മലയാളം. അലമീൻ ആണെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മലയാളം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സാമ്പത്തിക നയം ഒരു കാരണമായിരുന്നു, പാശ്ചാത്യ വിദ്യാഭ്യാസം ഒരു കാരണമായിരുന്നു, ദേശീയത വളരെ, സാഹിത്യവും പത്രങ്ങളും അതിനൊരു കാരണമായി തീർന്നു. പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് എന്ത്? ബ്രഹ്മസമാജം അല്ലെങ്കിൽ ബ്രഹ്മസഭ. 1828 അല്ലെ സ്ഥാപിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ആര്? രാജാറാം മോഹൻ റായ് ഇല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അതിൽ രാജാറാം മോഹൻ റായ്. ഇന്ത്യയിലുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റായിലൂടെയാണ് 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹം. ഏത് വർഷമാണ്? വർഷം ഓർത്തിരിക്കണേ, 1772. എവിടെ ജനിച്ചു? ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന രാജാറാം മോഹൻ റായിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇനി അദ്ദേഹം ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. സതി നിർത്തലാക്കാൻ വേണ്ടി
മുഖ്യമായ പങ്ക് വഹിച്ചു. പണ്ട് കാലത്ത് പുരുഷന്മാർ, അതായത് ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളും അതേ ചിതയിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ഒരു കുപ്രചരണം അല്ലെങ്കിൽ ഒരു അനാചാരം ഇവിടെ നിലനിന്നിരുന്നു. അപ്പൊ ആ അനാചാരത്തെ എതിർത്ത് സതി നിർത്തലാക്കാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ആര്? 1829 അത് നിർത്തലാക്കിയത്. ഓക്കെ, അതിനുവേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. പിന്നെ ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂൾ ആരംഭിച്ചു അദ്ദേഹം. പിന്നെ ബ്രഹ്മസമാജം നമ്മൾ പറഞ്ഞു എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം, സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. എന്തൊക്കെയാണ്? സതി നിർത്തലാക്കാൻ, പിന്നെ ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മ, 3 സാമൂഹിക തിന്മ നമ്മൾ പറഞ്ഞു. പിന്നെ ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂൾ ആരംഭിച്ചു. സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം അതിനൊക്കെ എതിർത്തു. ഓക്കെ, ബ്രഹ്മസമാജത്തിന്റെ ആദ്യ നെയിം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസഭയാണ്. ബ്രഹ്മസഭ അതിനുശേഷമാണ് ബ്രഹ്മസമാജായത്. 1828 കൊൽക്കത്തയിലാണ് രാജാറാം മോഹൻ റായ് ഇത് സ്ഥാപിച്ചത്. ഏകദൈവ വിശ്വാസത്തെ എതിർത്തു. യുക്തിബോധത്തെ, ഏകദൈവ വിശ്വാസം ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പരമോന്നതവും രൂപരഹിതവുമായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും മുന്നോട്ട് വെച്ചതാണ്. വിഗ്രഹാരാധന കർശനമായി നിരോധിക്കുകയും ചെയ്തു. ബഹുദൈവ വിശ്വാസത്തെയാണ് എതിർത്തത്. യുക്തിബോധം, അർത്ഥശൂന്യമായ മതപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസം എന്നിവയെ നിരസിച്ചു. സാമൂഹ്യ ബഹിഷ്കരണം, അടിച്ചമർത്തൽ പാരമ്പര്യങ്ങൾക്കെതിരെ പ്രചാരണം നടത്തി. അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടി സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പിന്നെ 1829 സതി നിർത്തലാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായിട്ട് ഒന്നിച്ചു നിന്നു. 1829 ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിധവ പുനർവിവാഹം എന്നിവയ്ക്കായിട്ട് വാദിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നിവയെ എതിർത്തു. ജാതി സമത്വം, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാനും സാർവത്രിക സാഹോദര്യം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുക അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു. ആരാധനാ രീതി, വിപുലമായ ക്ഷേത്രാചാരങ്ങൾക്ക് പകരം പ്രാർത്ഥന, ധ്യാനം, ഉപനിഷത്തുകൾ എന്നിവയുടെ വായനയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. ഇനി അടുത്ത ആളാണ് ആര്? ജ്യോതിറാവു ഫുലെ. 1772 ജനിച്ച രാജാറാം മോഹൻ റായിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബ്രഹ്മസമാജം 1828 അല്ലെ, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ജ്യോതിറാവു ഫുലെ അടുത്തൊരു നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ ആളാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഒരു ആളാണ് ജ്യോതിറാവു ഫുലെ. സത്യശോചക് സമാജം 1873 അദ്ദേഹം സ്ഥാപിച്ചു. സത്യാന്വേഷകരുടെ സമൂഹം എന്നാണ് അതിന്റെ അർത്ഥം. സത്യശോചക് സമാജം 1873. നോക്കാം, മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സത്യശോചക് സമാജം 1873 അദ്ദേഹം രൂപം കൊടുത്തു. വിധവ വിവാഹം നടപ്പിലാക്കാനും, അതിന്റെ കീ പോയിന്റ് ആണ്, വിധവ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമിച്ചു. കൂടാതെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ജനത അദ്ദേഹത്തെ മഹാത്മാ എന്നുള്ള രീതിയിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ മഹാത്മാ എന്നുള്ളൊരു വിളി ആർക്കാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചത്? അത് ജ്യോതിറാവു ഫുലെക്കാണ്. ദളിത് എന്നുള്ള പദം ആദ്യമായിട്ടൊക്കെ പറഞ്ഞത് ആരാണ്? ജ്യോതിറാവു ഫുലെ ആട്ടോ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഉണ്ടായിരുന്നു. നിരവധി പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? രാജാറാം മോഹൻ റായിയാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബ്രഹ്മസമാജമൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം സത്യശോചക് സമാജമാണ് പറഞ്ഞത്. ജ്യോതിറാവു ഫുലെയാണ് അതിന് പിന്നിലുള്ളത്. 1873 അത് ഫോം ചെയ്തത്. മഹാത്മാ എന്നുള്ള വിശേഷണമുള്ള മഹാരാഷ്ട്രയിലെ നേതാവാണ് അദ്ദേഹം. വിധവ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനും ഒക്കെയാണ് മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്തത്. പിന്നെ സ്ത്രീകൾ, ദളിതർ എന്നിവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ വൈഫാണ് സാവിത്രിബായി ഫുലെ. സാവിത്രിബായി ഫുലെയും എന്താണ്, പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും ഒക്കെ സ്ഥാപിച്ച് മുന്നോട്ട് പോയി. ഓക്കെ, ഇനി അടുത്തൊരു വ്യക്തിത്വമാണ് പണ്ഡിത രമാഭായി. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യമാണ് പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. കർണാടക സ്വദേശിയായ രമാഭായി, അപ്പോൾ കന്നഡ ഓൾറെഡി അറിയായിരിക്കും. അതല്ലാതെ ഏതൊക്കെയാ? സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ കൂടി സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുണ്ടായ അവഗാഹം പരിഗണിച്ച് കൊൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാഭായിയെ പണ്ഡിത എന്നുള്ള വിശേഷണം കൊടുത്തത്. പണ്ഡിത രമാഭായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിശാ പാഠശാലയും പള്ളിക്കൂടുമാരാ സാവിത്രിബായി ഫുലെ. ഓക്കെ,
വിധവ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊള്ളുകയും സ്കൂൾ ആരംഭിക്കുകയും ചെയ്തതാണ് ആര്? പണ്ഡിത രമാഭായ്. ആര്യ മഹിളാ സമാജം എന്നുള്ളൊരു സംഘടന അതിനുവേണ്ടി സ്ഥാപിച്ചു. വിധവ വിദ്യാഭ്യാസത്തിനും പെൺ പള്ളിക്കൂടങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ആര്യ മഹിളാ സമാജം എന്നുള്ള സ്ഥാപനം സ്ഥാപിച്ചു. പിന്നെ വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം താമസിക്കാൻ വേണ്ടിയാണ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാണ്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളാനും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ആര്യ മഹിളാ സമാജം. ഓർത്തിരിക്കണം പണ്ഡിത രമാഭായ്. പിന്നെ നമ്മൾ പറഞ്ഞു ശാരദാ സദനം എന്തിനു വേണ്ടിയാണ്? വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി, താമസം ഉറപ്പാക്കുന്നതിന് വേണ്ടി, അവർക്ക് അഭയം നൽകുന്നതിന് വേണ്ടി ശാരദാ സദനം. പിന്നെ വിധവകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. പിന്നെ 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അപ്പോൾ പണ്ഡിത രമാഭായിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ആര്? പണ്ഡിത രമാഭായി. എവിടെയാണ് ജനിച്ചത്? കർണാടകയിലാണ്. ഏതൊക്കെ ഭാഷകളാണ് സ്വായത്തമായിരുന്നത്? സംസ്കൃതം, മറാത്തി, ബംഗാളി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ? സംസ്കൃത ഭാഷയിലെ അവഗാഹത്തെ തുടർന്ന്, അതിന്റെ ആ ഒരു പാണ്ഡിത്യത്തെ തുടർന്നാണ് കൊൽക്കത്ത സർവകലാശാല നമ്മുടെ പണ്ഡിത രമാഭായിനെ പണ്ഡിത എന്നുള്ള ഒരു ബഹുമതി നൽകി ആദരിച്ചത്. ഇനി ശൈശവ വിവാഹത്തിനെതിരെയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ആര്യ മഹിളാ സമാജം പണ്ഡിത രമാഭായി സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ ശാരദാ സദനം എന്തിനു വേണ്ടിയാണ്? വിധവകളുടെ പുനരധിവാസത്തിനും അഭയത്തിനും വേണ്ടി ശാരദാ സദനം സ്ഥാപിക്കുകയുണ്ടായി. പിന്നെയാണ് മുക്തി മിഷൻ നമ്മൾ പറഞ്ഞത്. അത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് മുക്തി മിഷൻ സ്ഥാപിച്ചത്. ഇനി നമുക്ക് കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരെയും നമുക്ക് നോക്കാം. പ്രാർത്ഥനാ സമാജമാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1867. 1867 പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് റിവൈസ് ചെയ്ത് പഠിക്കാം. പ്രാർത്ഥനാ സമാജമാണെങ്കിൽ 1867, ആത്മാറാം പാണ്ഡുരംഗ്. 1875 ആര്യ സമാജവും അലിഗഡ് പ്രസ്ഥാനവും അതുകൂടാതെ തിയോസഫിക്കൽ സൊസൈറ്റിയും വന്നത്. 1875 ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി. ഈ മൂന്നും വന്നത് 1875. അപ്പൊ ഓർക്കാൻ എളുപ്പമല്ലേ? 1875 ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം, അതുപോലെ തന്നെ തിയോസഫിക്കൽ സൊസൈറ്റി, ഇത് മൂന്നും വന്നത്. ആര്യ സമാജാണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ മഹിളാ സമാജം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഇല്ലേ? ആര്യ മഹിളാ സമാജാണെങ്കിൽ ആരാ? പണ്ഡിത രമാഭായി. മഹിളയാണെങ്കിൽ മഹിള, ഇവിടെ ആര്യ മഹിളയില്ല, ആര്യ സമാജമുള്ളൂ. അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനമാണെങ്കിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആണെങ്കിൽ മാഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോട്ടുമാണ്. ഇനി രാമകൃഷ്ണ മിഷൻ നമുക്കറിയാം, സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷമാണ്? 1897. 1897. ഹിതകാരണി സമാജാണെങ്കിലോ വീരേശലിംഗം പന്തുലുമാണ്. 1906. 1905 കാലഘട്ടത്തിലാണ് ഹിതകാരണി സമാജം, വീരേശലിംഗം പന്തുലു. ഇനി സ്വാഭിമാന പ്രസ്ഥാനമുണ്ട്. ഇ വി രാമസ്വാമി നായ്ക്കർ 1925. സ്വാഭിമാന പ്രസ്ഥാനം 1925 ഇ വി രാമസ്വാമി നായ്ക്കർ. പിന്നെ SNDP ആണ്. SNDP നമുക്കറിയാം ഏത് വർഷം? 1903. 1903 SNDP 1903. സ്വാതന്ത്ര്യ പരിപാലന സംഘാണെങ്കിൽ 1907. അയ്യങ്കാളി 1907. അപ്പോ നമുക്ക് നോക്കാം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രാർത്ഥനാ സമാജം. ബ്രഹ്മസമാജത്തിൽ നിന്ന് തുടങ്ങിയതാ, രാജാറാം മോഹൻ റോയിന്ന്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ എടുത്തു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിലൊന്നും തീരത്തില്ല. അപ്പോൾ അവസാനം നമ്മുടെ SCERT കൊടുത്തുള്ള ഈ ബോക്സാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരെ. പക്ഷെ വർഷം കൂടി നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലൊക്കെ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ഇയറൊക്കെ ചോദിക്കാം. പ്രാർത്ഥനാ സമാജം 1967, ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം, അലിഗഡ് പ്രസ്ഥാനം, അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി, മൂന്നും 1975. ആര്യ സമാജം ആണെങ്കിൽ ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം ആണെങ്കിലോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആണെങ്കിലോ മാഡം ബ്ലാവസ്കിയും കേണൽ ഓൾക്കോട്ടുവാ. രാമകൃഷ്ണ മിഷൻ ആണെങ്കിലോ 1997 ആരാ? സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരണി സമാജം ആണെങ്കിൽ 1905 വീരേശലിംഗം പന്തുലുമാണ്. 1906 പറയാറുണ്ട് കേട്ടോ. ഓപ്ഷൻ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. സ്വാഭിമാന പ്രസ്ഥാനം 1925 ഇ വി രാമസ്വാമി നായ്ക്കറാണ്. SNDP ആണെങ്കിൽ 1903 മെയ് 15 SNDP ശ്രീനാരായണ ഗുരു അല്ലെ. സ്വാതന്ത്ര്യ പരിപാലന സംഘാണെങ്കിൽ അയ്യങ്കാളി 1907. പിന്നെ
ദേശീയത വളരാനുള്ള ഒരു കാരണമായിരുന്നു ഗതാഗതവും വാർത്താവിനിമയവും അല്ലെ. ഗതാഗത സംവിധാനം വരാൻ നേരത്ത് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ സുഖമായി. അപ്പോൾ ഓരോരുത്തരെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഓരോ സംഘടന രൂപീകരിക്കണമെങ്കിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഇതെല്ലാം സൗകര്യമായി ഗതാഗതം. വാർത്താവിനിമയം നമ്മൾ പറഞ്ഞു, സാഹിത്യവും പത്രവും പോലെ തന്നെ റേഡിയോ പ്രക്ഷോഭണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർത്താവിനിമയം സംവിധാനങ്ങൾ വരാൻ നേരത്ത് അത് നമ്മുടെ ദേശീയത വളരാനുള്ള ഒരു കാരണമായി. പിന്നെ രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊണ്ടു. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊണ്ടു തുടങ്ങി. അതിന്റെ ഏറ്റവും ഉന്നതയിലെത്തുന്ന ഒരു സംഘടനയാണിത്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ ഒരു സംഘടനയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്. 1876 സ്ഥാപിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ, 1884 സ്ഥാപിക്കുന്ന മദ്രാസ് മഹാജനസഭ, 1885 ഫോം ചെയ്ത ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഈ 3 സ്ഥാപനങ്ങൾ നമുക്ക് ആദ്യം പറയാം. ഇന്ത്യൻ അസോസിയേഷൻ 1876 സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദൻ മോഹൻ ബോസിന്റെ നേതൃത്വത്തിൽ കൽക്കട്ടയിൽ സ്ഥാപിച്ചതാണ്. അതിന്റെ പ്രവർത്തന കേന്ദ്രം പറയുന്നത് കൽക്കട്ടയാണ്. കൽക്കട്ട 1876 ഇന്ത്യൻ അസോസിയേഷൻ, 1876 ഇന്ത്യൻ അസോസിയേഷൻ, പ്രവർത്തന കേന്ദ്രം കൽക്കട്ട. ആരാണ് പിന്നിൽ പ്രവർത്തിച്ചത്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. 1884 മദ്രാസ് മഹാജനസഭ വന്നത്. മദ്രാസ് അല്ലേ, അപ്പോൾ പ്രവർത്തന കേന്ദ്രം മദ്രാസ് തന്നെയാണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദചാർലു. ഒന്നുകൂടി പറഞ്ഞ്, എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദചാർലു. ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എം വീരരാഘവാചാരി എന്നുള്ള പേര് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദചാർലു. ഈ സുബ്രഹ്മണ്യ അയ്യരെ ദ ഹിന്ദു എന്നുള്ള ഒരു പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാ അല്ലേ. പിന്നെ 1885 വന്ന ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, പേര് ബോംബെ അല്ലേ, പ്രവർത്തന കേന്ദ്രം എന്താ? ബോംബെ തന്നെയാണ് അല്ലേ. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ അസോസിയേഷൻ വന്നത് 1876 സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസുമാണ്. കൽക്കട്ടയാണ് പ്രവർത്തന കേന്ദ്രം. 1884 മദ്രാസ് മഹാജനസഭ വന്നത്. പ്രവർത്തന കേന്ദ്രം തിരിച്ചാൽ മദ്രാസ് ആണ്. പറഞ്ഞു, എം വീരരാഘവാചാര്യ എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടും ജി സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദചാർലു. പി ആനന്ദചാർലു, ഇനിഷ്യൽ പി എന്നാണ്. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വന്നു. പ്രവർത്തന കേന്ദ്രം ചോദിച്ചാൽ ബോംബെ ആണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. ഇത് ഏതാണ് ഇൻസിഡന്റ്? 1885 ഡിസംബർ 28, 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഇവരേറെ. ഭാഷ കൊണ്ടും മതം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇത് ഏതൊരു സംഘടന? അന്ന് അഖിലേന്ത്യാ സംഘടനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INCയുടെ ഒരു ഫോർമേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. 1885 നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോണേ. 1885 ഡിസംബർ 28 ആണെന്ത് ഫോം ചെയ്തത് INC. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. എവിടെയാണത് ആദ്യമായിട്ട് യോഗം ചേർന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ഈ 72 പേരും എന്താ വിശിഷ്ടരായ കുറെ ആൾക്കാരാണ് അല്ലെ. ഓരോ സംഘടനയിലും ഓരോ പ്രദേശത്തൊക്കെയുള്ള മെയിൻ ആൾക്കാരാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ആളാണ് ആര്? ഒരു സംഘാടകരിൽ ഒരു ഇംഗ്ലീഷുകാരൻ ഉണ്ടായിരുന്നു. അതാണ് ആര്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. അലൻ ഒക്ടേവിയൻ ഹ്യൂം ഇദ്ദേഹമായിരുന്നു സെക്രട്ടറി. INCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ? അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. ഇദ്ദേഹമാണ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചേർന്നത്? യോഗം ചേർന്നത്. WC ബാനർജി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇദ്ദേഹം ആരാ? ഇതാണ് ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. എന്താ പ്രത്യേകത? 1897 അമരാവതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അധ്യക്ഷത വഹിച്ച മലയാളിയായ ആദ്യത്തെ ആളാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. INC പ്രസിഡന്റായ ആദ്യത്തെ മലയാളി. സെക്രട്ടറി ആരാ? അലൻ ഒക്ടേവിയൻ ഹ്യൂം. എന്നാ വന്നത്? 1885 അല്ലെ, ഡിസംബർ 28. പ്രസിഡന്റ് ആരാ? WC ബാനർജി. അധ്യക്ഷത വഹിച്ചതോ? WC ബാനർജി. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. ഏതാ സ്ഥലം? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്.
INC വന്നത് നമുക്ക് എന്തൊക്കെ ഗുണം ചെയ്തു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്താൻ അത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ജാതിയുടെയും മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഓരോ പോയിന്റ് എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കിക്കാണരുത്. ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരാം. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഓക്കെ, പണ്ട് കാലത്ത് അഖിലേന്ത്യാ മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ UPSC ആ എക്സാംസ്, IAS IPS തുടങ്ങിയ എക്സാംസിനൊക്കെ സെന്റേഴ്സ് എവിടെയുണ്ടായിരുന്നത്? ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സംഘടന വന്നു. ആ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. രാജ്യത്തെ പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. പിന്നെ പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുക. ജാതിയുടെയും മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ സൗഹൃദ ബന്ധം, സാമൂഹിക ബന്ധം നിലനിർത്തുക. അപ്പോൾ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു സംഘടന വന്നപ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ദേശീയത എല്ലാ കാര്യങ്ങളും വളരാൻ തുടങ്ങി അല്ലേ? ഒരു യൂണിറ്റ് വന്നു. മതപരമായിട്ടും ജാതിപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാ രീതിയിലും നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യം എന്നും തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഐക്യമൊക്കെ നിലനിന്നിരുന്ന മെയിൻ പ്രദേശങ്ങളായിരുന്നു ബംഗാള്, പഞ്ചാബ് ഒക്കെ ബംഗാളും പഞ്ചാബും. അപ്പം അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ നേരത്ത് ഇന്ത്യയിലെ പൂർണ്ണമായിട്ടും ഭരിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ബംഗാളിനെ അവർക്ക് പാർട്ടീഷൻ ചെയ്യണം, പഞ്ചാബിനെ പാർട്ടീഷൻ ചെയ്യണം. അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് പാർട്ടീഷൻ ചെയ്തതാണ് ബംഗാളിനെ. അങ്ങനെയാണ് 1905 ബംഗാൾ വിഭജനം വരുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് HS റിസ്ലെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കളുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായിട്ടും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയാണ്. ഓക്കെ, INCനെ ദുർബലമാക്കണമെങ്കിൽ ബംഗാളിനെ ഭിന്നിപ്പിക്കുക. INC അപ്പം അതിനൊരു ആ ഒരു സംഘടന ഉണ്ടായിട്ടും ഭിന്നിപ്പിച്ചു എന്നൊക്കെ പറയാൻ നേരത്തെ അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 കേട്ടോ അരങ്ങേറിയത്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ ഇന്ന് കാണുന്ന ബംഗാൾ നമ്മുടെ പശ്ചിമ ബംഗാളിലെ, അതിന് പശ്ചിമ ബംഗാൾ എന്നുള്ള പേര് വരാൻ കാരണം എന്താ? ആ ബംഗാളിന്റെ പടിഞ്ഞാറ് സൈഡ്, അതായത് പടിഞ്ഞാറൻ ബംഗാളാണ് പശ്ചിമ ബംഗാൾ എന്നുള്ള രീതിയിൽ വന്നത്. കിഴക്കൻ ബംഗാളാണ് പാകിസ്ഥാനായിട്ട് പോയത് കേട്ടോ. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. അപ്പോൾ മതപരമായിട്ട് അവരുടെ ഡിവൈഡ് ചെയ്തു. പക്ഷെ അവർ പറഞ്ഞ റീസൺ അതായിരുന്നില്ല. അവർ പറഞ്ഞ റീസൺ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭൂപ്രകൃതിയാണ്. അപ്പോൾ ആ വലിയൊരു ഭൂപ്രകൃതിയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ, ഭരണ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭരണകാര്യങ്ങൾ ഓരോ പ്രദേശത്തും എത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭരണം കുറച്ചും കൂടി ഈസി ആവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ശരിക്കും അവരുടെ ഉദ്ദേശം അതല്ലല്ലോ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരുന്നു ബംഗാൾ വിഭജനത്തിന് പിന്നിൽ. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഓക്കെ, അതാണ് ബംഗാൾ വിഭജന സമയത്ത് സ്വദേശി പ്രസ്ഥാനമൊക്കെ അതിനെ തുടർന്നാണ് രൂപം കൊണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചുവടുവയ്പ് എന്ന് പറഞ്ഞത്. നമ്മളെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ദേശീയത ഉണർത്തുകയും നമ്മുടെ യൂണിറ്റ് കൂട്ടുകയും നമ്മളിൽ പോരാടാനുള്ള ഒരു സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനം വന്നപ്പോൾ സ്വദേശി പ്രസ്ഥാനം വന്നു. നോക്കാം നമുക്ക്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്നാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സമരരീതി. സ്വാശ്രയം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിലെ പ്രധാന ആശയം. സ്വാശ്രയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. സ്വാശ്രയം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആശ്രയിക്കുക. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയായിരുന്നു സ്വദേശി സമരത്തിന്റെ പ്രധാന ഭാഗം, ഒരു ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നിരവധി തുണിമില്ല്, സോപ്പ് നിർമ്മാണശാല, തീപ്പെട്ടി ഫാക്ടറി, കൈത്തറി സ്ഥാപനം, ദേശീയ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി എന്നിവയൊക്കെ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ഓർത്തിരിക്കണേ, ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുറക്കമിട്ട സ്വദേശി സ്റ്റോർ, ഓർത്തിരിക്കണം, ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ആരാ? ആചാര്യ PC റോയ്. പിന്നെ സ്വദേശി സ്റ്റോർ ആരുടെയാ? സ്വദേശി സ്റ്റോർ ആണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ. പിന്നെ V ചിദംബരം പിള്ളയുടെയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരുടെയാണ്? V ചിദംബരം പിള്ളയുടെയാണ്. പിന്നെ ജംഷഡ്ജി ടാറ്റയുടെയാണ് ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമര സമയത്ത് സ്വദേശി കാലഘട്ടത്തിൽ വന്നത്. അതൊക്കെയാ ആചാര്യ പി സി റോയ് സ്ഥാപിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ആചാര്യ പി സി റോയ് സ്ഥാപിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. അത് എംഫസൈസ് ചെയ്ത് പഠിക്കണം, അത് അധികം കേൾക്കാൻ സാധ്യത കുറവാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ് ഇത് സ്വദേശി സ്റ്റോർ. വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. പിന്നെ ടാറ്റയുടെയാണ് എന്ത് ജംഷഡ്ജി ടാറ്റയുടെയാണ് സ്റ്റീൽ ഫാക്ടറി. ഓക്കെ, ഇനി സ്വദേശി സമിതികൾ അശ്വിനി കുമാർ ദത്തിന്റെ നേതൃത്വത്തിലും വരും. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനയാണ് എന്ത് സ്വദേശി സമിതി. ഏത് വർഷം? 1905. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി 1905 ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അശ്വിനി കുമാർ ദത്തിന്റെയാണ് എന്ത് സ്വദേശി ബാന്ധവ് സമിതി. അതിന്റെ ലക്ഷ്യങ്ങളാണെന്ത് സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ പോയിന്റും ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്താണ്. 1905 വർഷം. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം വ്യാധി അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. പിന്നെ അതിനുശേഷം 1905 നമ്മുടെ സ്വദേശി പ്രസ്ഥാനം വരും അല്ലെ, സ്വാശ്രയായിരുന്നു മുഖ്യ ലക്ഷ്യം. അപ്പോൾ ആ സമയത്ത് മിതവാദികളും ഉണ്ടായിരുന്നു, തീവ്രവാദികളും ഉണ്ടായിരുന്നു. മിതവാദികൾ എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് അഹിംസ മുഖമുദ്രയാക്കി പ്രവർത്തിച്ചിരുന്നവരാണ് മിതവാദികൾ. തീവ്രവാദികൾ അങ്ങനെയല്ല, കുറച്ചും കൂടി അക്രമം മുന്നിൽ വച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചടിച്ച് നമുക്ക് എന്ത് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചവരാണ് തീവ്ര ദേശീയവാദികൾ. ഇതാണ് മിതവാദികൾ. ഓക്കെ, മിതവാദി സൈഡ് ഇതും, ഇത് തീവ്ര ദേശീയവാദിയാണ്. തീവ്ര ദേശീയവാദി സൈഡ് ഇതും. ഓക്കെ, മിതവാദികൾ ആരൊക്കെയാണെന്ന് പഠിച്ചു പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദാദാഭായ് നവറോജി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ട്, ഫിറോസ് ഷാ മെഹ്ത ഉണ്ട്, മദൻ മോഹൻ മാളവ്യ ഉണ്ട്. ലാൽ പാൽ ബാൽ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാൽ പാൽ ബാൽ അല്ലെ. ത്രിമൂർത്തികൾ എന്നൊക്കെ പറയുന്ന പോലെ 3 പേരുണ്ടായിരുന്നു. പിന്നെ അരവിന്ദോ ഘോഷ് ഉണ്ടായിരുന്നു. ഓക്കെ, ലാൽ പാൽ ബാൽ. സ്വദേശി പ്രസ്ഥാന കാലത്ത് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടത് ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, അതുപോലെ ബിപിൻ ചന്ദ്രപാൽ, ഈ 3 പേര്. ഓക്കെ, 1905 എന്താ നമ്മൾ സ്വദേശി പ്രസ്ഥാനം വന്നു. ബംഗാൾ വിഭജനം ഒക്ടോബർ 16 ആട്ടോ, അതിനുശേഷം സ്വദേശി പ്രസ്ഥാനം. 1906 എന്ത് സർവ്വേന്ത്യ മുസ്ലിം ലീഗ് വരുന്നത്. ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും, ഈ ഓരോ കീവേഡും ഓരോ ആൾക്കാരെയൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. 1906 സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണം. ആരുടെ നേതൃത്വത്തിൽ? ആഗാ ഖാന്റെ നേതൃത്വത്തിൽ സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങളോട് വൈസ്രോയി തികച്ചും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാൻ പ്രചോദനമാകുകയും 1906 സർവ്വേന്ത്യ മുസ്ലിം ലീഗ് ധാക്കയിൽ വെച്ച്, ധാക്കയാണ് ആസ്ഥാനം, അവിടെ വെച്ച് ആഗാ ഖാൻ നേതൃത്വം കൊടുത്ത് രൂപം കൊണ്ടു. അപ്പോൾ ആഗാ ഖാൻ രൂപീകരിച്ച ഈ സംഘടനയാണ് പിൽക്കാലത്ത് മുഹമ്മദ് അലി ജിന്ന. ഇന്ന് കാണുന്ന മുസ്ലിം ലീഗ് അല്ല, പാകിസ്ഥാനിലേക്ക് പോയില്ലേ അവര്. മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയുള്ള നേതാക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സർവ്വേന്ത്യ മുസ്ലിം ലീഗാണ്. INC ഇന്റർനാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ ആ സമയത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. പക്ഷേ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ വൈസ്രോയി അനുകൂല നിലപാടെടുക്കാൻ കാരണം അപ്പോൾ ആ ഒരു സമുദായത്തിന് തോന്നും വൈസ്രോയി ഞങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു അല്ലേ. അപ്പോൾ വൈസ്രോയിയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ വൈസ്രോയിക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ചിന്താഗതി കുറേ പേരുടെ മനസ്സിൽ വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇന്റർനാഷണൽ കോൺഗ്രസിനെ ക്ഷയിപ്പിക്കും അല്ലേ, സംഘടനയെ സ്പ്ലിറ്റ് ചെയ്യും, ഇന്റർനാഷണൽ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യും, മതപരമായിട്ടും സ്പ്ലിറ്റ് നടക്കും അല്ലേ, ഇൻഡയറക്ട്ലി മതപരമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് നടക്കും. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം, ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതിനുശേഷം 1909 1919 അവർ പുതിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരും. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം കൊണ്ടുവരും. ഓക്കെ, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു അതിന്റെ. പിന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. ഇതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. 1907 ഓക്കെ
സൂററ്റ് പിളർപ്പുണ്ട്. ആരൊക്കെ തമ്മിലാ? മിതവാദികളും തീവ്രവാദികളും തമ്മിൽ കേട്ടോ. 1907 സൂററ്റിൽ വെച്ച് ഈ മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിൽ എന്താ പിളർപ്പുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ല, ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. മിതവാദികളും തീവ്രവാദികളും 1907 സൂററ്റ് പിളർപ്പ്. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ആ സമയത്തെ INC പ്രസിഡന്റ് കേട്ടോ, റാഷ് ബിഹാരി ഘോഷ്. ഇനി ഹോം റൂൾ മൂവ്മെന്റ് വരും 1916 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ 14 to 18 രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റെയും ബാലഗംഗാധര തിലകും, ആനി ബസന്റും ഉണ്ട് ബാലഗംഗാധര തിലകും ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഹോം റൂൾ, ഹോം മീൻസ് വീട് അല്ലെ. അപ്പോൾ ഹോം റൂൾ സ്വയം ഭരണമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ പ്രചരണത്തിനായിട്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സംഘടിക്കുകയും ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, അതിനെ തുടർന്ന് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നെ ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ INCയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ INC പ്രസിഡന്റാണ് ആര്? ആനി ബസന്റ്. ഓക്കെ, ഹോം റൂള് സ്ഥാപിച്ച 1916 കാലഘട്ടത്തിലാട്ടോ. ആരൊക്കെയായിരുന്നു മെയിൻ നേതാക്കള്? അടയാറിലാണ് അതിന്റെ ആസ്ഥാനം കൊണ്ടുവന്ന് വെച്ചത്. അടയാറിൽ അവിടെ പ്രവർത്തിച്ചത് ആനി ബസന്റാണ്. മഹാരാഷ്ട്ര പ്രദേശങ്ങളിലാണ് ബാലഗംഗാധര തിലക് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ചെയ്യാൻ നേരത്തെ ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു വില കൂടും അല്ലേ. അപ്പോൾ 1917 ആരാവും? ആനി ബസന്റ് ആവും എന്തിന്റെ? INCയുടെ പ്രസിഡന്റ്. ഏത് സമ്മേളനം? കൽക്കട്ട സമ്മേളനം. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ആനി ബസന്റ്. അതിനുശേഷം 1925 കാൺപൂർ സമ്മേളനത്തിലെ സരോജിനി നായിഡുവും 1933 കൽക്കട്ട സമ്മേളനത്തിലെ നെൽസൺ ഗുപ്തയും 1959 ഡൽഹി സമ്മേളനത്തിലെ ഇന്ദിരാഗാന്ധിയും 1998 വീണ്ടും ഡൽഹി സമ്മേളനത്തിൽ സോണിയാഗാന്ധിയൊക്കെ വനിത എന്നുള്ള രീതിയിൽ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1916 ഒരു INC സെഷൻ പറയാം. 17 സെഷൻ പറഞ്ഞു, അതിനു മുമ്പ് 1916 സെഷൻ പറയണം, ഇമ്പോർട്ടൻ്റ് ആണ്. AC മജുംദാർ അഥവാ അംബിക ചരൺ മജുംദാർ ആയിരുന്നു ലക്നൗ സെക്ഷനിന് INCയുടെ ലക്നൗ സെഷനിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷത വഹിച്ചത്. AC മജുംദാർ അഥവാ അംബിക ചരൺ മജുംദാർ 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്ന ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളെ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ദ്ര മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യം വീണ്ടും യോജിച്ചു നിർത്താനും തീവ്ര ദേശീയവാദികളും മിതവാദികളും നമ്മൾ പറഞ്ഞു. പിന്നെ നെഹ്റുവും അതുപോലെ ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഇതൊക്കെ എവിടെയാണ്? ഗാന്ധി ആൻഡ് നെഹ്റു ഇവരുടെ മീറ്റിംഗ് ആദ്യമായിട്ട് നടന്നതും 1916 ലക്നൗ ഉടമ്പടി അല്ലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ലക്നൗ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ് 1916 അല്ലെ. ആ സൂററ്റ് പിളർപ്പിന് ശേഷം മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചത് ഏത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഏത് സെഷനിലാണ്? 1916 ലക്നൗ സെഷനിലാണ്. ആരാണ് അതിന്റെ പ്രസിഡന്റ്? AC മജുംദാർ അഥവാ അംബിക ചരൺ മജുംദാർ. പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർവേന്ദ്രിയ മുസ്ലിം ലീഗുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ ഗാന്ധി നെഹ്റു മീറ്റിംഗ് കണ്ടുമുട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് തീരം പോവാണെ വിപ്ലവ സംഘടനകൾ, സ്ഥലം, അതുപോലെ നേതൃത്വം. അനുശീലൻ സമിതി ബംഗാളിലായിരുന്നു. ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. വിപ്ലവ സംഘടനകളുടെ അനുശീലൻ സമിതി ബംഗാളാണ്. സ്ഥലം, നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. പഠിച്ചിരിക്കണേ. ഭാരത് മാതാ അസോസിയേഷൻ ഉണ്ട്. മദ്രാസാണ് ആസ്ഥാനം, മദ്രാസാണ് സ്ഥലം. നീലകണ്ഠ ബ്രഹ്മചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസാണ്. നീലകണ്ഠ ബ്രഹ്മചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ്. ഓക്കെ, അനുശീലന സമിതിയാണെങ്കിൽ ബംഗാളാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. യുഗാന്തർ പാർട്ടിയാണെങ്കിൽ ബംഗാളാണ്. റാഷ് ബിഹാരി ബോസും ഖുദ്റാം ബോസും. ഗദ്ദർ പാർട്ടിയാണെങ്കിൽ അമേരിക്കയാണ്. ലാലാ ഹർദയാൽ. ഒന്നുകൂടി നോക്കാം. അനുശീലന സമിതി മനസ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അനുശീലന സമിതിയാണെങ്കിൽ ബംഗാളാണ് സ്ഥലം. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ആരാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ ആണെങ്കിൽ മദ്രാസാണ്. നീലകണ്ഠ ബ്രഹ്മചാരി വാഞ്ചി അയ്യർ അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി എളുപ്പമാണ്. ഖുദ്റാം ബോസ്, റാഷ് ബിഹാരി ബോസും ഖുദ്റാം ബോസും ബംഗാളാണ്. ഗദ്ദർ പാർട്ടി അമേരിക്കയാണ്. ലാലാ ഹർദയാൽ. ഓക്കെ,
അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് വരാൻ പോകുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷന് ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, SCRT എന്നുള്ള ബേസിസിൽ 10 മാർക്കാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയായാലും ഒരു 7-8 മാർക്കൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.